സോളാർ കേസിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി സരിത എസ് നായരുടെ നിർണായക മൊഴി. സോളാർ പദ്ധതിക്കായി 7 കോടി രൂപ മുഖ്യമന്ത്രിക്കായി ജിക്കുമോൻ ചോദിച്ചെന്നും 1 കോടി 10 ലക്ഷം രൂപ ദില്ലിയിലെത്തി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ തോമസ് കുരുവിളിക്ക് നൽകിയെന്നും സോളാർ കമ്മീഷനിൽ സരിത എസ് നായരുടെ മൊഴി. സോളാർ കേസിൽ പീപ്പിൾ TV പുറത്തുവിട്ട വിവരങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് സരിത എസ് നായരുടെ വെളിപ്പെടുത്തലുകൾ. ഇന്ന് സോളാർ കമ്മീഷനിൽ വിസ്താരത്തിനിടെയാണ് സരിത നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഈ വിഷയം ആണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന നേതാക്കളും മാധ്യമപ്രവർത്തകരും നിയമവിദഗ്ധരും ഈ ചർച്ചയിൽ ഉടനീളം ചേരും. 10 മണിവരെയാണ് ഇന്ന് പ്രത്യേക ന്യൂസ് ആൻഡ് വ്യൂസ്. ഇപ്പോൾ നമ്മളോടൊപ്പം ആദ്യം ചേരുന്നത് സരിത എസ് നായർ തന്നെ. സരിത എസ് നായർ, എന്തുകൊണ്ട് ഇത്രയും വൈകി ഈ കാര്യങ്ങൾ പറയാൻ എന്നാണ് മുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാനാവില്ല എന്നും അദ്ദേഹം അതിന് കൂടെ അനുബന്ധമായി പറയുന്നു. അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ അത് പ്രതിരോധിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഞാൻ തയ്യാറല്ല. എന്നാലും എന്റെ ഭാഗം മാത്രം ഞാൻ ക്ലിയർ ചെയ്യാം. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം എടുത്തതെന്ന്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കൊടുത്ത കോഴപ്പണം തിരികെ തരാം എന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് താഴെ വീഴുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ കയറുന്നതോ ഒന്നും ഒരു സാധാരണക്കാരി ശരിക്കും പറഞ്ഞ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും ഇപ്പൊ നിലവിൽ പേരില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഗതി നിർണയത്തിൽ ഒന്നും തന്നെ ഒരു പങ്കുമില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്ത ഒരു ബിസിനസ് മൈൻഡിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു 420 കേസാണ്. അതായത് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഞാൻ നേരിടുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പം ഒത്തിരി അഭിഭാഷകരും മറ്റും ഉണ്ട്. അഭിപ്രായം ചോദിച്ചാൽ അറിയാം, സുപ്രീം കോടതി വരെ അപ്പീലിന് പോകാവുന്ന ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്ന വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കേസുകളാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്ത പണം, അതായത് കമ്പനിയുടെ ഭാഗത്തു നിന്നും കൊടുത്ത പണം തിരികെ കിട്ടിയാൽ എന്റെ പ്രശ്നം അവസാനിക്കുന്നതേ ഉള്ളൂ. എനിക്ക് സാധാരണമായ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് പോകാൻ, എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള പ്രത്യാശയുടെ മണ്ടയ്ക്കാണ് ഈ പറഞ്ഞ ആൾക്കാർ പറയുന്നത് വിശ്വസിച്ച് ഇന്ന് തരും നാളെ തരും, എന്റെ കാര്യങ്ങൾ നാളെ ശരിയാകും. അപ്പം അതിനകത്ത് ഞാനിപ്പോ ഒരു കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവര് പറയുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയാൽ എന്റെ പ്രശ്നങ്ങൾ നിൽക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിലപാട് എടുക്കാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സരിത എസ് നായർ, ഇത്രയും കാലം കഴിഞ്ഞ് ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുന്നു. പണം കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികളാണ് ഇതിനകം നടത്തിയത്? പണം കൊടുത്തവരുടെ പിന്നാലെ ഒക്കെ പോയിട്ടും കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണോ മുഖ്യമന്ത്രിയുടെ പേര് ഇപ്പോൾ പറഞ്ഞത്? അങ്ങനെയൊന്നുമല്ല. പണം കൊടുത്തത് കൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞത്. രണ്ടാമത്, ഞാൻ ജയിലിലായിരുന്നത് 9 മാസമാണ്. ഈ 9 മാസം ജയിലിലാകുന്ന അതായത് കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ അറസ്റ്റിലായ ശേഷമുള്ള 2 മാസങ്ങൾക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വെളിപ്പെടുത്തുമെന്നുള്ളൊരു ഘട്ടം തന്നെ വന്നതാണ്. അതായത് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പോൾ എനിക്ക് അതിനെതിരെ പല ഭാഗത്തു നിന്നും എന്റെ സുഹൃത്തുക്കള്, ഉന്നത നേതാക്കന്മാര്, എന്റെ അമ്മ പോലും ആ വഴിക്ക് പോലും എനിക്ക് ഇത് പറയരുത്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പണം നഷ്ടപ്പെടുകയുള്ളൂ, അത് തിരിച്ചു കിട്ടിയാലേ നിന്റെ കേസുകൾ അവസാനിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ്, അത് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നതിന്റെ മണ്ടയ്ക്കാണ് ഞാൻ അന്നൊന്നും അത് വെളിപ്പെടുത്താതിരുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 2 വർഷമാവുന്നു ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. ഈ ഓരോ ദിവസവും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഓരോ ദിവസവും ഞാൻ അവരെ ബന്ധപ്പെടുന്നു എന്ന് വേണം ശരിക്കും പറയാൻ. അതായത് ഞാനോ അല്ലെങ്കിൽ എന്റെ അഭിഭാഷകരോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ മുഖാന്തരമോ നിരന്തരം ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നിട്ടും ഇന്നാകട്ടെ നാളെ ആകട്ടെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ ഇത്രയും ദിവസം ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ആരെങ്കിലും പുറത്തു പറയും അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങൾ വരുമ്പോൾ മാത്രം സരിത അതൊന്ന് വിളിച്ചു ഹാൻഡിൽ ചെയ്യൂ എന്ന ഒരു വാക്ക്, എന്തെങ്കിലും ഒരു നിർദ്ദേശം, അത് ഹാൻഡിൽ ചെയ്യണം, ഇങ്ങനെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കണം. എന്റെ വ്യക്തിപരമായ വിഷയമാണ് എനിക്കെതിരെയുള്ള കേസുകൾ എന്ന് നിലനിൽക്കെ, അപ്പം അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യാശയുടെ മണ്ടയ്ക്ക് ഞാൻ ഇതുവരെ അവർ പറയുന്നതനുസരിച്ച് ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വാക്കുകളിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ഈ പറഞ്ഞ CM ഉൾപ്പെടെയുള്ളവരുടെ ഓഫീസ് ബെയറായിട്ട് പ്രവർത്തിക്കുന്ന ഉന്നത നേതാക്കന്മാരായതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ തരമുണ്ടായിരുന്നില്ല.
സരിത, ഇപ്പോ 1,90,00,000 രൂപയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്, തോമസ് കുരുവിളയുടെ കയ്യിൽ കൊടുത്തതായി പറഞ്ഞിട്ടുള്ളത്. ഈ പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ആരെയാണ് സരിത സമീപിച്ചുകൊണ്ടിരുന്നത്? ഇല്ല, അത് സംബന്ധിച്ച വിഷയങ്ങൾ വരുന്ന സോളാർ കമ്മീഷൻ മുമ്പാകെ മാത്രമേ ഞാൻ വെളിപ്പെടുത്തുകയുള്ളൂ. അതൊരു ചാനൽ ചർച്ചയിൽ വെച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇത് കമ്മീഷന്റെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത്, അതിന്റെ കമ്മീഷനോട് ഞാൻ കാണിക്കുന്നത് ഒരു പ്രഹസനമായിട്ട് മാറും. എനിക്ക് അതിനു മുമ്പേ അതൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. നാളെ സോളാർ കമ്മീഷൻ ഉണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലും എനിക്ക് തുടർ വിസ്താരങ്ങളുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് വരുന്ന ക്വസ്റ്റ്യനിലോ ക്രോസുകളിലോ അല്ലെങ്കിൽ ഞാൻ സ്വമേധയാ പറയാൻ കിട്ടുന്ന അവസരങ്ങളിലോ ഇതേപ്പറ്റി തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. സരിത എസ് നായർ, എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിയമപരമായ രീതിയിൽ കൂടെ സോളാർ കമ്മീഷനിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് സരിത ഇപ്പോൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സരിത കൃത്യമായി തന്നെ പറയുന്നതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇത്രയും ദിവസമായിട്ടും കഴിവിൻ്റെ പരമാവധി പണം പോയത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ വീണ്ടും സരിത ഒരു അപവാദ പ്രചരണത്തിനിടയാകുന്ന രീതിയിലേക്ക് പോകുന്നത്, ഇപ്പോൾ വലിയ രീതിയിൽ ആരോപണം ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനോടൊപ്പമുള്ള രാഷ്ട്രീയ നേതാക്കളുമൊക്കെ സരിതയെക്കുറിച്ച് പറയുന്നത് ഇത് ബാർ ഉടമകളുമായി ചേർന്ന് പ്രതിപക്ഷവുമായി ചേർന്ന് ഒക്കെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെ പണം ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോ രാഷ്ട്രീയപരമായ യാതൊരു സപ്പോർട്ടും ആരുടെ കയ്യിൽ നിന്നും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെയല്ല, ബാറുകാർ എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായ കേസാണ്. ആ വലിയ ആൾക്കാരുടെ വലിയ വലിയ കോഴക്കേസുമായി ഈ ചെറിയ ടീം സോളാറിന്റെ കേസിനെ താരതമ്യപ്പെടുത്തുന്നത് തന്നെ ഇതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. തന്നെയല്ല, ബാർ മുതലാളിമാരുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ആരുടെയോ സപ്പോർട്ട് വേണ്ട. ഞാനൊരു സത്യമല്ലേ പറയുന്നുള്ളൂ. അത് ഞാനൊരു മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു ഡിബേറ്റായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളുടെ മുമ്പിൽ ഒരു അപവാദ പ്രചരണമായിട്ടോ ആരോപണ ചടങ്ങുകളായിട്ടോ ഒന്നും പറഞ്ഞതല്ലല്ലോ. എനിക്ക് അവസരം കിട്ടിയ സമയത്ത് സോളാർ കമ്മീഷന്റെ മുമ്പിൽ ഞാൻ കൊടുത്ത ഒരു മൊഴി മാത്രമാണ് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന വിഷയം. ആ മൊഴി നിർഭാഗ്യവശാൽ ഞാനൊരു സത്യം പറഞ്ഞത് കൊണ്ട് അത് CM-ന് നേരെയായി പോയി. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല പല ആരോപണങ്ങൾ പറയും. അത് രാഷ്ട്രീയപരമായ രീതിയിൽ എടുക്കുന്നവർക്ക് അങ്ങനെ അത് സംസാരിക്കാൻ പറ്റും. സരിത, പക്ഷേ മുഖ്യമന്ത്രിയുടെ നേരെ ഇങ്ങനെ ഒരു മൊഴി സരിത ഇപ്പോൾ പറയുമ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് സ്വാഭാവികമായി ചോദിക്കും. അതിന് കാരണം സരിത പറയുകയും ചെയ്തു. പക്ഷേ വീണ്ടും അതിന് സരിതയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന്, സരിതയെ വിശ്വസിക്കണമെന്ന് പൊതുസമൂഹം വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് സരിത. സരിതയ്ക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ കൂടിയാണ് സരിതയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് വീണ്ടും തുടർന്ന് ഈ സമൂഹത്തിൽ ബിസിനസ് ചെയ്തുമൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സരിതയെ സംബന്ധിച്ചിടത്തോളം വിശ്വസനീയത വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സരിത എന്താണ് ചില ഘട്ടങ്ങളിലൊക്കെ ചെയ്തത് എന്ന സംശയങ്ങൾ തീർക്കേണ്ടതുണ്ട്. ഇവിടെ തന്നെ പറയുന്നു, ജിക്കുമോൻ പറഞ്ഞു 7 കോടി രൂപ തരണമെന്ന്. ഈ പണം കൊടുത്തത് ജിക്കുമോന് അറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ജോപ്പനോട് പറയരുത് എന്ന് പറഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ മുഖ്യമന്ത്രി പറയുന്നത് പോലെ പേഴ്സണൽ സ്റ്റാഫിന്റെ മാത്രം പ്രശ്നമാണോ അത്? എനിക്ക് അദ്ദേഹം പറയുന്നത് പോലെ അത് നിസ്സാരവൽക്കരിച്ച് കാണാൻ തോന്നുന്നില്ല. കാര്യം എന്റെ കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ടീം സോളാറിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പോയ സെയിൽസ് സ്റ്റാഫിനെ മാത്രം കുറ്റക്കാരാക്കിയാൽ പോരെ? ഞങ്ങളെ എന്തിനാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയത്? പല പല കസ്റ്റമേഴ്സിൽ നിന്ന് പണം കളക്ട് ചെയ്തത് ഞങ്ങളല്ല, പോയതെല്ലാം കളക്ട് ചെയ്തതെല്ലാം ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകളാണ്. അവർ മാത്രമാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞാൽ പോരെ? അതിലർത്ഥമില്ല. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പ് വാങ്ങിയതിനു ശേഷം മാത്രമാണ് പണം ഹാൻഡ് ഓവർ ചെയ്തത്. തുടർന്ന് അതിനെ പറ്റിയിട്ടുള്ള ധാരാളം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് ഡെയിലി, അതായത് ദിവസേന ഒരു ദിവസം, ചില ദിവസങ്ങളിൽ 40-50 പ്രാവശ്യം ഇതിന്റെ പേരിൽ പലരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും ഓഫീസിൽപ്പെട്ടവരുമായിട്ടും. അപ്പൊ പിന്നെ അതിനകത്ത് ഇനിയിപ്പോ ഞാൻ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു, എന്റെ ഫോണിന്റെ കോൾ ലിസ്റ്റ് നശിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുകയുണ്ടായി. ആ ലിസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കും എന്നുള്ളത് കൊണ്ടല്ലേ. സരിത, ഇപ്പം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിലെല്ലാം സരിത കൃത്യമായ ഉത്തരങ്ങൾ പറയാതെ ഒഴിഞ്ഞു പോകുന്നൊരു ഘട്ടമുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്, സരിതയും ശ്രീധരൻ നായരും ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ സരിത പറഞ്ഞത് എന്താണ്? അങ്ങനെ ഉണ്ടെന്നും ഇല്ലെന്നും ഞാൻ പറയുന്നില്ല, മുഖ്യമന്ത്രി അങ്ങനെ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് മുൻപും ഡിസംബർ 27-നാണോ 29-നാണോ എന്ന ചോദ്യത്തിനും സംശയങ്ങൾ ഉണ്ടായപ്പോൾ അത് ക്ലാരിഫൈ ചെയ്തു പോയില്ല. ഇവിടെയൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടായത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ തൊട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, കോഴിക്കോട് കോടതിയിൽ ഹാജരായ അന്നാണ് മുഖ്യമന്ത്രിയുടെ വിസ്താരം നടക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മൊഴി, ഞാനൊരു പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം ഒപ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കുറ്റം. ഇന്ന് എന്നെ ഒരു കമ്മീഷൻ 8C നോട്ടീസ് അനുസരിച്ച് വിസ്താരത്തിൽ വിളിച്ചു.
അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ രീതിക്ക്, അതായത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ചോദ്യങ്ങളായി ചോദിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാ അതിന്റെ ഓർഡറിലങ്ങ് പറയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ എന്റെ ഡിപ്പോസിഷൻ നൽകി. അത് ബഹുമാനപ്പെട്ട കമ്മീഷനോട് ഞാൻ ആൻസറബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഉത്തരം നൽകിയത്. അതും ഒരു തെറ്റാണോ? ഞാനൊരു ചാനൽ ചർച്ചയിൽ പറയുന്നില്ല ഞാൻ ഒരു സോളാർ കമ്മീഷന് മുമ്പിൽ സംസാരിച്ചു എന്ന് പറയുന്നതാണോ ഇപ്പൊ എന്റെ മേലിലുള്ള അലിഗേഷൻ? അതുകൊണ്ട് പറയുന്നതെല്ലാം ഒഴിഞ്ഞു പോകുമെന്നാണോ? സത്യം എന്ന സത്യം തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞ നേരത്തെ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ എത്ര മൂടി വെച്ചാലും സത്യം എന്തെങ്കിലും പുറത്തു വരും. ഞാൻ സത്യം മൂടി വെച്ചുകൊണ്ടിരുന്നതാണ്. അത് എന്റെ മനസ്സിൽ മാത്രം കൊണ്ട് നടന്ന് ഞാൻ പലരിൽ നിന്നും ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ പലരും എന്നെ കൊട്ടിയിട്ടുണ്ട് ഒരു ചെണ്ട കണക്ക്. ഞാൻ പ്രൊട്ടക്ട് ചെയ്ത കോൺഗ്രസ്സുകാര്, ഞാൻ ചാനൽ ചർച്ചയിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്ത ആരോപണത്തിന്റെ മേല് തന്നെ ഇരുന്നു കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷവും അവരെന്നെ ചെളിവാരി എറിയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. സരിത സോളാർ കമ്മീഷനിൽ പോയി കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പൊതുസമൂഹം സരിതയെ മനസ്സിലാക്കണം എന്നില്ലല്ലോ. സരിതയ്ക്കും അറിയാമല്ലോ കാര്യങ്ങൾ. ഇത് ചാനൽ ചർച്ചയിൽ വരുമ്പോഴാണ്, സരിത കൂടി ഇടപെട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് കുറെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുക. പൊതുസമൂഹത്തിന് എല്ലാവർക്കും ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സോളാർ കമ്മീഷന് മുമ്പിൽ പോയത്. എന്റെ ഗ്രീവ്നെസ് എന്ന് പറയുന്നത്, എന്റെ ഗ്രീവ്നെസ് ഞാൻ നിവർത്തിക്കപ്പെടാത്ത ഒരു ഗ്രീവ്നെസ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിന്റെ മണ്ടയ്ക്ക് ഞാൻ സ്വയമായിട്ട് എടുത്തൊരു ഡിസിഷനാണ്. ഇതിനകത്ത് യാതൊരു മറ്റൊരു ഇടപെടലുകളും ഉണ്ടായിട്ടല്ല. ഞാൻ സ്വതസിദ്ധമായ രീതിയിൽ ആലോചിച്ച് ഉറപ്പിച്ച് എനിക്ക് വേണ്ടപ്പെട്ട എന്റെ ബന്ധുക്കളുമായി ആലോചിച്ചെടുത്ത ഡിസിഷനാണ്. എന്തിനാണ് എല്ലാവരെയും രക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ എന്തിനാ ഇങ്ങനെ, ഞാൻ എന്നും എല്ലാവരുടെ മുമ്പിൽ തട്ടിപ്പുകാരിയാണ് അല്ലെങ്കിൽ നാലാം കിട സ്ത്രീയാണ്. കോൺഗ്രസ്സുകാർ തന്നെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോകും. അപ്പം അവരുടെ കൈക്കൂലി കഥകൾ മറഞ്ഞു പോകുന്നു. അവിടെ എന്നും ക്രൂശിക്കപ്പെടുന്നത് എന്റെ മുഖവും വേറെയാണ്. അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നും എനിക്ക് നേടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടുകയില്ല. ആ അറിവ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഇതൊക്കെയാണ്. സരിത, പക്ഷെ മുഖ്യമന്ത്രിയുടെ പേരുമായി ബന്ധപ്പെട്ടാണല്ലോ ഇന്ന് വലിയ കോളിളക്കം ഉണ്ടാകുന്നത്. ഇപ്പോൾ സരിത പറയുന്നതിനകത്തൊക്കെ മുഖ്യമന്ത്രി എവിടെയാണ് നേരിട്ട് ഈ കാര്യത്തിൽ വരുന്നത് എന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഉള്ളവർക്ക് ചോദിക്കാവുന്ന ഘട്ടങ്ങളുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ മുഖ്യമന്ത്രി അങ്ങനെ ചോദിക്കുന്നവരോട് ദയവ് ചെയ്ത് പിന്നെ സോളാർ കമ്മീഷനിൽ നിന്നും ഞങ്ങളുടെ എന്റെ മൊഴിപ്പകർപ്പൊന്ന് എടുക്കാൻ പറയുക. അത് മനസ്സിരുത്തി വായിച്ചു നോക്കാൻ പറയുക. അതിനുശേഷം ആൻസർ പറയാൻ പറയുക. ഇപ്പോൾ സരിത ഒരു ക്ലാരിഫിക്കേഷൻ തരികയാണെങ്കിൽ, ആ മൊഴിയിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഫെബ്രുവരി 26, 2012 സെക്രട്ടേറിയറ്റിൽ രാത്രി 7:30 വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു, സരിതയെ കാണാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? അങ്ങനെ വന്നിട്ടുണ്ടോ? ഞാൻ അങ്ങനെയാണോ മൊഴി കൊടുത്തത്? ഞാൻ കൊടുത്തത് എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം എന്ന് ഞാൻ ജോപ്പനോട് ആവശ്യപ്പെട്ടു. അതും പ്രകാരം ജോപ്പൻ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജോപ്പൻ CM-നെ ടെലിഫോൺ ലൈനിൽ കണക്ട് ചെയ്ത് തരികയും അദ്ദേഹവുമായി നേരിട്ട് ഞാൻ കാര്യങ്ങൾ ധരിപ്പിക്കുകയുമാണ് ഉണ്ടായത്. ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 7:30 7 മണിക്ക് ശേഷം നോർത്ത് ബ്ലോക്കിലെ ഓഫീസിൽ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരാൻ എന്നോട് പറഞ്ഞു. ഞാൻ നോർത്ത് ബ്ലോക്കിലെ ഓഫീസിൽ എന്റെ മകളെയും കൂട്ടി പോയി. ഇത്രയാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഡിപ്പോസിഷൻ. ഇതിനെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമ്മീഷനിൽ നിന്ന് ഡിപ്പോസിഷൻ കോപ്പി എടുക്കാം. തീർച്ചയായിട്ടും. സരിത, അവിടെ ഇന്ന് വന്ന ഒരു ശബ്ദരേഖയിൽ സരിതയെ ഒരുപാട് കാര്യങ്ങളിൽ പഠിപ്പിച്ചെടുത്തുകൊണ്ട് കമ്മീഷനിലേക്ക് പോകാൻ വേണ്ടി പലരും ശ്രമിക്കുന്നതുണ്ട്, സരിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഉണ്ട്. അവിടെ 3 തവണയെ കണ്ടിട്ടുള്ളൂ മുഖ്യമന്ത്രിയുമായിട്ട് എന്ന് പറയാൻ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പഠിപ്പിക്കൽ തന്നെയാണോ? ഇതിൽ കൂടുതൽ സംഭവിച്ചിട്ടുണ്ടോ? ഈ പഠിപ്പിക്കലുകൾ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി പല പല അവസരങ്ങളിലും ഞാൻ പഠിച്ചിട്ട്, അവരുടെ പഠിത്തത്തിന്റെ ഒരു സ്റ്റുഡന്റ് മാത്രമാണ്. അവർ ആക്ട് ചെയ്യാൻ പറയുന്നു, ഇങ്ങനെ പറയൂ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ മൊത്തം ചെളിയും എന്റെ മുഖത്തേക്ക് വാരി എറിഞ്ഞാലും അവരുടെ ദേഹത്തും അവരുടെ വെള്ളക്കുപ്പായത്തിലും ചെളി തെറിക്കരുത്, പുരളരുത്, കരി വാരി തേക്കരുത്. അവരെപ്പോഴും ഇങ്ങനെ കറക്റ്റ് ആയിരിക്കും, വെള്ള വസ്ത്രങ്ങളിൽ നടക്കണം, മാടപ്രാവുകളെ പോലെ. പക്ഷെ ഈ പറയുന്ന ഞാൻ മാത്രം എപ്പോഴും ഫ്രണ്ട് ലൈനിൽ നിന്ന് എന്നെ ഇടിച്ചോ, എന്നെ അടിച്ചോ, ഇതെല്ലാം എന്റെ കുറ്റമാണ്, ഞാനാണ്, നിങ്ങൾ എന്തും എന്നെ പറഞ്ഞോ. അതിനുശേഷം ഈ പറയുന്ന വെള്ളരിപ്രാവുകളെല്ലാം കൂടെ ചാനലുകളിൽ പല പല കോർണറുകളിൽ പല പല ക്യാമറകളുടെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് സരിത അങ്ങനെയാണ്, സരിത ഇങ്ങനെയാണ്, സരിത 4-ാം കിടയാണ്, സരിത മറ്റേതാണ്, സരിത ാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറയുന്നതെല്ലാം ഞാനും കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. 5 മിനിറ്റ് മുമ്പ് സംരക്ഷിച്ചവര് തന്നെയാണ് അതിന് 5 മിനിറ്റിന് ശേഷം എന്നെ വാരി എറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ അവർ ഇനി എന്ത് പറഞ്ഞാലും
എനിക്ക് അതിനകത്ത് ഒന്നും തോന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഒന്നും തന്നെ എന്റെ മനസ്സിലേക്ക് ഞാൻ എടുക്കാൻ തയ്യാറുമല്ല. അതിന്റെ പേരിൽ വിഷമിക്കാനോ ഒരു മിനിറ്റ് പോലും അത് അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ വിഷമിക്കാൻ തയ്യാറല്ല. ഈ വെള്ളരിപ്രാവുകൾ എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഇന്ന് കേട്ട തമ്പാനൂർ രവി മാത്രമേ ഉള്ളോ? അത് ഞാൻ ഇന്ന് പറയില്ല. അത് ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് പറഞ്ഞു. വെള്ളരിപ്രാവുകളുടെ കാര്യങ്ങളെല്ലാം സോളാർ കമ്മീഷന്റെ മുമ്പിൽ എന്തൊക്കെയാണ് നടന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ രണ്ട് വർഷം ഞാൻ എന്തൊക്കെ ബേസിലാണ് ഇത് ഇത്രയും വഹിച്ചത് എന്നുള്ളത് അബ്സ്ട്രാക്ട് ആയിട്ട് ഞാൻ കമ്മീഷന് മുമ്പിൽ പറയും. അതിനുശേഷം നമുക്കൊരു ചർച്ചയിൽ ഇത് ഒരു വിഷയമാക്കാവുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് കമ്മീഷനോട് ചെയ്യുന്ന ഒരു ബഹുമാനം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സരിത, റോഷനോട് ചോദിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറയുമ്പോൾ റോഷൻ എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് സരിതയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിക്കുന്ന പ്ലീഡറാണ്. അവിടെയൊക്കെ അങ്ങനെ സംസ്ഥാന സർക്കാരാണോ ഈ കാര്യത്തിൽ സരിതയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് ശരിക്കും പറഞ്ഞാൽ ഉത്തരം പറയേണ്ടത് ഞാനാണോ? ആ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനാണോ അതിന് ഉത്തരം പറയേണ്ടതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇന്ന് സംഭവിച്ച ആ ഒരു ടോക്ക് എന്നാണ്. ഇതുപോലെയുള്ള എത്രയോ സ്റ്റഡി ക്ലാസ്സുകളും റിവ്യൂ സെക്ഷൻസും ഓരോ കേസുകളിലും മറ്റു കാര്യങ്ങളിലും വളരെ വളരെ ഉജ്ജ്വലമായിട്ട് CM എന്ന് പറയുന്നുണ്ടായിരുന്നു അവരെ ഒരു കേസിൽ ശിക്ഷിച്ചു എന്ന്. എന്തിനു വേണ്ടി? അരുവിക്കര 420 കേസിൽ ഷെഡ്യൂൾഡ് ട്രയൽ ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ്. 302 കേസുകൾ പെൻഡിംഗ് ആണ്. 10-15 വർഷമായ 302 സെക്ഷനിലുള്ള കേസുകൾ ട്രയൽ കാത്ത് കോടതിയിൽ കെട്ടി നിൽക്കുമ്പം സോളാർ ഡാമിനകത്തുള്ള ഒരു 420 സെക്ഷനുള്ള ഒരു കേസ് ഒരു മാസത്തേക്ക് ഷെഡ്യൂൾഡ് ട്രയൽ ഇട്ട് കേസിന് വിധി പറഞ്ഞു. എന്തിനെ മുൻനിർത്തി? ഇപ്പം DM സുധീരൻ സാറ് പറഞ്ഞല്ലോ ഇലക്ഷൻ ഒരു തിരക്കഥയാണെന്ന് തോന്നി. അതുപോലെ അരുവിക്കര ഇലക്ഷൻ സ്റ്റണ്ട് ന്യൂസ് അതിന് വേണ്ടിയിട്ട് ഇമേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ വെള്ളരിപ്രാവുകളെല്ലാം കൂടെ ഇമേജ് ക്രിയേഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു തിരക്കഥയാണ് ഒരു പത്തനംതിട്ടയിലെ ശിക്ഷ. എന്നിട്ട് അത് മാത്രം ഇന്ന് അദ്ദേഹം പൊക്കി പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാതൃകാപരമായി ശിക്ഷിച്ചു. അങ്ങനെ മാതൃകാപരമായി ശിക്ഷിച്ചെങ്കിൽ ഈ കേസ് അബ്സ്ട്രാക്ട് ആയിട്ട് അന്വേഷിക്കണമായിരുന്നു. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആരെയും കുറ്റം പറയുന്നില്ല. കാര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പിൽ ഇന്നതേ പറയാവുള്ളൂ എന്ന് നേരത്തെ ഇൻസ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് അവരുടെ അടുത്ത് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരിതൊക്കെ അന്വേഷിക്കാൻ അവർ ബാധ്യസ്ഥരമല്ലായിരുന്നു. അവരുടെ അന്വേഷണ പരിധിക്കകത്തൊന്നും തന്നെ ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ ഇതിന്റെ ഉന്നത ബന്ധം അന്വേഷിക്കാൻ ഒരു ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടില്ല. അവരൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരെ സംബന്ധിച്ച് അവരോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ പരിമിതി ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പരിമിതി തന്നെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. ഇന്നതേ അവരോട് പറയാവൂ എന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്ക് യൂസ് ചെയ്യേണ്ട. അത് ഫേസ് ചെയ്തുകൊണ്ടാണ് ആ കഴിഞ്ഞ കസ്റ്റഡികൾ മൊത്തം നടന്നത്. ആ ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാം, അത് അവർ മറച്ചു വെച്ചു എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ ജോബ്, അതായത് ഇതിനകത്ത് കിട്ടിയ പ്രതികളിൽ എന്തൊക്കെ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, 2 പ്രതികളെയാണ് അവർക്ക് മുമ്പിൽ കിട്ടിയത്. അവരിൽ ആ കുറ്റം ഫിക്സ് ചെയ്യാന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അവരത് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ അവരെ കുറ്റം പറയില്ല. സരിത ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ സരിത എല്ലാ സമയത്തും കഴിഞ്ഞ ദിവസം വരെയും വളരെ മാന്യമായി പിതൃതുല്യനായി കരുതിയിരുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അദ്ദേഹം ആണ് ഇന്ന് സരിതയെ കുറിച്ച് പറഞ്ഞത് കള്ളിയാണ്, സരിത പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞത് ഈ ഭാഗത്തു നിന്നാണ്. അതിന് ഞാനൊരു മറുപടി പറയാം. അതായത് ബിജു രാധാകൃഷ്ണൻ ഞാൻ പറഞ്ഞ വിഷയമല്ല അവിടെ അവതരിപ്പിച്ചത്. അതായത് ബിജു രാധാകൃഷ്ണൻ ഞാൻ ഇന്ന് കമ്മീഷനിൽ കൊടുത്ത യാഥാർത്ഥ്യമല്ല കമ്മീഷന് മുമ്പിൽ യാഥാർത്ഥ്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടെ ഒരു മോശമായ ഇമ്പാക്ട് കിട്ടുന്ന വസ്തുതയ്ക്ക് നിരക്കാത്ത, ഒരിക്കലും ഞാൻ പറയുന്നു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും മോശമായ ഒരു പ്രതികരണം, മോശമായ രീതിയിലുള്ള ഒരു റിലേഷൻ മുഖ്യമന്ത്രിയുമായിട്ട് എനിക്കോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവമുള്ളതായിട്ട് ഞാൻ ഒരിക്കലും പറയുകയില്ല. ആ ആസ്പെക്റ്റിൽ അദ്ദേഹം പിതൃതുല്യനാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരി തന്നെയാണ്. കാര്യം ഞാൻ അങ്ങനെ തന്നെയുള്ള ഒരു ആസ്പെക്റ്റോട് കൂടി തന്നെയാണ് അദ്ദേഹം എന്നോടും അതേപോലെയുള്ള ആസ്പെക്റ്റോട് കൂടി തന്നെയാണ് ആ കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയോ 2.5 വർഷത്തോളം പല പല കാര്യങ്ങളിലും പല പല ദിവസങ്ങളിലും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം മാന്യമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിക്ക് ഞാൻ ആ വിഷയം വന്നപ്പം, അതായത് ഒരു വ്യാജ CD യുടെ വിഷയം വന്നപ്പം ഞാൻ പ്രതികരിച്ചതാണ്
ഉമ്മൻചാണ്ടി സാർ എനിക്ക് പിതൃതുല്യനാണ് എന്ന് പറഞ്ഞത് സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും കാര്യത്തിലാണ്. അല്ലാതെ ഞാൻ പറഞ്ഞ എന്റെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത ഈ പറഞ്ഞ അലിഗേഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അന്ന് വന്നില്ല. ആ അലിഗേഷനിൽ ഞാൻ അന്നും എന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് നിങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുക. ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളിലും ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സരിത, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സരിത ഒരുപക്ഷെ വളരെ കൃത്യമായി തന്നെ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് അതുപോലെ ഒരു ഊർജ്ജം കാണുന്നില്ല. നുണപരിശോധന പറ്റില്ല എന്നാണ് പറയുന്നത്. അത് അറിഞ്ഞിട്ടാണോ, ഒരു ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകില്ല എന്ന് അറിഞ്ഞിട്ടാണോ സരിതയും പറയുന്നത് ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന്? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഓരോരുത്തരുടെ ഡിസിഷനാണ് ഇങ്ങനെ ഒരു എന്താ പറയാ പോളിഗ്രാഫ് ടെസ്റ്റിനോ അല്ലെങ്കിൽ നാർക്കോ അനലൈസിസിനോ പിന്നെ അനലൈസിന് വിധേയനാവണോ വേണ്ടായോ എന്നൊക്കെ ഉള്ളത്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാകുന്നത് കൊണ്ടോ തെറ്റില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. മറ്റു മറുഭാഗത്തെ അഭിപ്രായം അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയാൻ തയ്യാറല്ല. പക്ഷെ എന്റെ സ്റ്റാൻഡ് ക്ലിയർ ആണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതിന് എനിക്ക് ആൻസർ പറയാൻ പറ്റില്ല. അത് അദ്ദേഹം തന്നെ പറയണം. സരിത, പക്ഷേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും സരിത ഇന്ന് പറഞ്ഞത് 10% പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഇനി അതിന് കിടപ്പുണ്ടെങ്കിൽ തന്നെ സരിത ഇനി നാളെയും ഇത് തിരുത്തില്ല എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്ന് പലരും ചോദിക്കുന്നുണ്ടാകും. അവർക്കൊരു മറുപടി വേണ്ടേ? അതായത് പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഈ 1,90,00,000 രൂപ തന്ന് ഡീൽ ചെയ്ത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചാൽ സരിത നാളെ മൊഴി തിരുത്തില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് ഡീൽ എന്നൊരു വാക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്റെ പൈസ ഇപ്പം താങ്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരുന്നത് താങ്കളുടെ മര്യാദ. ആ കാര്യം നടത്തി തരാൻ താങ്കളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ചും ഞാനൊരു വലിയ കടക്കണിയിലോ വലിയ പ്രശ്നങ്ങളിലോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അത് തിരിച്ചു തരുന്നത് താങ്കളുടെ മാന്യത എന്നേ പറയാൻ പറ്റില്ല. അതിനൊരു ഡീലെന്നോ മറ്റു സെറ്റിൽമെന്റ് എന്നോ ഒരു വാക്കുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ വിഷയം, നാളെ ഈ ഒരു വിഷയം എന്നെ സെറ്റിൽ ചെയ്യാൻ വരും എന്ന് വിചാരിച്ചല്ല ഞാൻ ഇന്ന് കമ്മീഷനിൽ മൊഴി നൽകിയത്. ഞാൻ അതിന്റെ അറ്റം, അതായത് ഒരാൾക്ക് ഉണ്ടാകാവുന്ന ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ട് അതിന്റെ അടിത്തട്ടിൽ ഏകദേശം മീറ്ററുകളോളം താഴേക്ക് പോയി ഡിപ്പ് ചെയ്തതിന് ശേഷം എടുത്ത ഒരു ഡിസിഷനാണത്. അപ്പൊ അതുകൊണ്ട് നാളെ എന്നെ സെറ്റിൽ ചെയ്യാൻ വരും, അതുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഇന്ന് പറഞ്ഞത് എന്റെ ഭാഗത്തു നിന്നും വ്യക്തമായി. അതായത് ഞാൻ വളരെ ദിവസങ്ങൾ ആലോചിച്ചതിന് ശേഷം, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല പ്രാവശ്യം സോളാർ കമ്മീഷനിൽ വന്നപ്പോഴും ഞാൻ ഒരു മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് ശരിക്കും കള്ളം പറയണോ അതോ സത്യം പറയണോ എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എന്റെ പക്ഷേ സരിത, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ ഈ ഘട്ടത്തിൽ. അതായത് സരിത പറയുന്നതനുസരിച്ച് ഈ പറഞ്ഞതുപോലെ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പണം വാങ്ങിയവർ, ഇപ്പോൾ ഞാൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരണം, അതാണ് മാന്യത. പക്ഷേ മുഖ്യമന്ത്രി പണം വാങ്ങി എന്ന് എങ്ങനെയാണ് സരിതയ്ക്ക് പറയാൻ സാധിക്കുക? ഇത് തോമസ് കുരുവിളയ്ക്കല്ലേ കൊടുത്തത്? തോമസ് കുരുവിള എങ്ങനെയാണ് മുഖ്യമന്ത്രിയിലേക്ക് പണം കൊടുത്തതായി സരിത പറയുന്നത്? പണം തോമസ് കുരുവിളയ്ക്ക് കൊടുത്തിട്ട് തിരിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ എങ്ങനെ തരും? ഒറ്റ മിനിറ്റ് എന്റെ ഓഫീസില് ഒരു ക്ലയന്റ് അല്ലെങ്കിൽ എന്റെ കമ്പനി ഒരു ക്ലയന്റിനെ, ഒരു കസ്റ്റമറിനെ, അല്ലെങ്കിൽ എന്റെ സിഇഒ പറഞ്ഞിട്ട് ഞാനൊരു ക്ലയന്റിനെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഓഫീസ് സ്റ്റാഫാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്റ്റാഫാണെന്ന് വിചാരിക്കുക, ഞാനാണ് ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത്. പണം കളക്ട് ചെയ്യാൻ പറയുന്ന വ്യക്തി എന്നോടാണ് കളക്ട് ചെയ്യാൻ പറയുന്നതും പർച്ചേസ് ഓർഡർ ഒപ്പിടാൻ പറയുന്നത്. ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നു, ക്ലയന്റും ഒപ്പിടുന്നു, ചെക്ക് കൈമാറുന്നു, അല്ലേ? അങ്ങനെ വരുന്ന ചെക്കുകൾ കൊടുക്കുന്നത് ഈ പറയുന്ന സിഇഒ അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റിക്കായിരിക്കും. അപ്പം ഞാൻ ആ അതോറിറ്റിയുടെ ഈ ക്ലയന്റ് ആ അതോറിറ്റിയുടെ കൺഫർമേഷൻ വാങ്ങിയതിന് ശേഷമാണ് എനിക്ക് എന്റെ കയ്യിൽ ആ പണം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഞാനും അതേപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് കൺഫർമേഷൻ വാങ്ങിയതിന് ശേഷമാണ്, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത് പ്രകാരമാണ് തോമസ് കുരുവിള അന്ന് മാത്രം പരിചയപ്പെട്ട 11 മണിക്ക് ശേഷം മാത്രം പരിചയപ്പെട്ട തോമസ് കുരുവിളയുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നതും അദ്ദേഹവുമായിട്ട്. സരിത ആ പറയുന്ന കാര്യത്തിനകത്ത് കൺഫർമേഷൻ കിട്ടിയിട്ടാണ് എന്ന് സരിത പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ കൺഫർമേഷൻ എന്ന് പറയുന്നതിന് ഇങ്ങനെ പണം വാങ്ങുമ്പോൾ ഒന്നുകിൽ ഒരു പ്രോമിസറി നോട്ട്, അതല്ലെങ്കിൽ ഒരു റെസിപ്റ്റ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രേഖ വേണം, അല്ലെങ്കിൽ വാക്കാലെങ്കിലും പറയണം. അതങ്ങനെ പറഞ്ഞോ? രേഖയുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളുടെ ഇവിടെ നാട്ടില് എത്രയോ കാര്യങ്ങളിൽ കൈക്കൂലി കൊടുക്കുന്നുണ്ട്. എവിടെയാണ് കൈക്കൂലിക്ക് റെസിപ്റ്റ് തന്നിട്ടുള്ളത്? എന്നാ പിന്നെ എന്നെ ഈ രാജ്യം നന്നായി പോയേനെ.
എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ ചോദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യം എന്നെ നന്നായി പോയത്. സരിത അത് ഓക്കെ, പക്ഷെ കൈക്കൂലി കൊടുക്കുമ്പോഴാണെങ്കിൽ തന്നെയും അപ്പുറത്ത് അത് ഉദ്ദേശിച്ച ആൾക്ക് കിട്ടി എന്നുള്ള ഒരു കൺഫർമേഷൻ വേണമല്ലോ. ഇത് മുഖ്യമന്ത്രിക്ക് കിട്ടി എന്ന് കൺഫേം ചെയ്തോ സരിത? ഈ മുഖ്യമന്ത്രിക്ക് കിട്ടിയെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്, 1 അല്ല 10 പ്രാവശ്യം. അതിനുശേഷം ദിവസം തോറും സെക്രട്ടേറിയറ്റിൽ പോയി ഇത് പിന്നെ സരിത അത് 10 തവണ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വളരെ നിസ്സാരപ്പെട്ട രീതിയിൽ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഏതോ ഒരു മാധ്യമമാണത്. എങ്ങനെയാണത് കൺഫേം ചെയ്തത് സരിത ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്? ഞാനൊരു കാര്യം ഞാൻ നേരിട്ട് സംസാരിച്ചാൽ അതിന്റെ കൺഫർമേഷൻ എനിക്ക് കിട്ടില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുവാണ്, ഞാനും നിങ്ങളും തമ്മിൽ ഒരു കാര്യം പറഞ്ഞു, എക്സോർ വഴി ഒരു തേർഡ് പാർട്ടിയെ പൈസ ഏൽപ്പിക്കാൻ പറയുന്നു. അതിനുശേഷം നമ്മൾ നേരിട്ട് കാണുന്നു, ഫോണിൽ കൂടെ സംസാരിക്കുന്നില്ലെന്ന് വെച്ചോ, നേരിട്ട് കാണുമ്പോൾ സാർ അത് ശരിയായല്ലോ കിട്ടിയല്ലോ എന്ന് ചോദിക്കുമ്പം അത് ശരിയായിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്നല്ലേ അതിനർത്ഥം? സരിത അതായത് ഇപ്പൊ സരിത പറഞ്ഞതനുസരിച്ച് സരിത പറയുന്ന ഇത്രയും കാലം പലതവണ നമ്മൾ ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞതൊന്നും സരിതയ്ക്ക് പിൻവലിക്കേണ്ടി വന്നതായി എൻ്റെ ഓർമ്മയിലില്ല. ഇപ്പൊ സരിത പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഈ 1,90,00,000 രൂപ ഇത് മുഖ്യമന്ത്രിക്ക് കിട്ടി, മുഖ്യമന്ത്രി അത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സരിത 10 തവണ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് സരിത ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10 കൂടുതലായിരിക്കാം. അതായത് ഞാൻ ഡെയിലി അതിനുശേഷം ഈ കൊടുത്തതിന് ശേഷം ഞാനൊരു എത്രയോ പ്രാവശ്യം ഇതിന്റെ പേരിൽ ഞാൻ സെക്രട്ടേറിയറ്റിലും നേരിലും അല്ലാതെയും ക്ലിഫ് ഹൗസിലും മറ്റുള്ളവരുടെ ഫോണിലും തുടരെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം നടക്കാൻ വേണ്ടി പണം കൊടുത്തു, ആർക്കായിക്കോട്ടെ, ഒരു ഏജന്റിന് ആയിക്കോട്ടെ, ആർക്കെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളൊരു പ്യൂണിനായിക്കോട്ടെ, 250 രൂപ നിങ്ങൾ കൊടുത്തു കൈക്കൂലി. നിങ്ങൾ അയാളെ വിളിക്കാതിരിക്കുമോ ആ കാര്യം നടക്കുന്നത് വരെ? അപ്പൊ എന്ത് മറുപടിയാണ് സരിതയ്ക്ക് കിട്ടിയ? ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയും രൂപ കൊടുത്തിട്ട്, കൈക്കൂലി പോലെ രൂപ കൊടുത്തിട്ട് ഇപ്പൊ ഇത് ഉടനെ ശരിയാകും, അത് നോക്കുന്നുണ്ട്, ഇപ്പൊ ശരിയാക്കാം, അതിൽ പ്രോബ്ലം ഇല്ല എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള മറുപടിയുടെ പ്രതീക്ഷയിലാണ് ഞാനും കഴിഞ്ഞു പോയത്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്, നിങ്ങളായാലും ഞാനായാലും. ഇതിനൊന്നും മാനസികാവസ്ഥയ്ക്കൊന്നും ഒരു പുരുഷനും അല്ലെങ്കിൽ സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു കുട്ടിക്കെന്ന് പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല. ബിസിനസ്സുകാരനോ ഡോക്ടർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയർക്കോ ഇതിന്റെ പേരിൽ മാനസികമായ ഒരു വ്യത്യാസമൊന്നും വരില്ല ഇതിന്റെ റെസ്പോൺസിന്റെ കാര്യത്തിൽ. ആ പോസിറ്റീവ് എനർജി എനിക്കും ഉണ്ടായിരുന്നു, ഇത് നടക്കും, ഇത് ശരിയാകും, ഇത് ശരിയാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീരും ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ എനിക്ക് പോസിറ്റീവ്നെസ് ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്നെ ഇപ്പൊ ബാധിക്കുന്നത് പൊളിറ്റിക്സും അല്ല, എന്നെ ബാധിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെയും എന്നെയും എന്റെ ഫാമിലി, എന്റെ അമ്മ ഉൾപ്പെടുന്ന ഫാമിലിയെ ബാധിക്കുന്ന ഏക വിഷയം എന്ന് പറയുന്നത്, ഒരു ദിവസം ഈ കോടതിയാണെങ്കിൽ അടുത്ത ദിവസം തെക്കേ അറ്റത്തുള്ള മറ്റൊരു കോടതി, അതിന്റെ അടുത്ത ദിവസം വടക്കേ അറ്റത്തുള്ള മറ്റേ കോടതി. ഈ കോടതി സരിതയ്ക്കുള്ള ആ ദുരിതമൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. കേരളം തന്നെ അത് ഇപ്പോൾ വായിച്ചെടുക്കുന്നുണ്ട്. സരിതയ്ക്ക് അതിന്റെ ഭാഗമായുള്ള ഒരു അക്സെപ്റ്റൻസ് കേരളത്തിന്റെ ചില ഭാഗത്തുനിന്നും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഇല്ല എങ്കിൽ തന്നെയും ഈ പറഞ്ഞ രീതിയിൽ സരിത ഒരു പണം ഇത്രയും കൊടുത്തിട്ട് അതിനൊരു എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാൻ വേണ്ടിയിട്ടാണല്ലോ പണം കൊടുത്തത്. അത് ഏതെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് നീക്കിയോ, അങ്ങനെ ഇത്രയും കാലം കാത്തിരുന്നതിൻ്റെ ഒരു തെളിവുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നോ മുഖ്യമന്ത്രി? ഡിസംബറിൽ കൊടുത്ത കാര്യം എന്തായാലും ഞാൻ അറസ്റ്റിലാകുന്ന ജൂൺ 2-ാം തീയതി രാത്രി 9:45 വരെ നടന്നു കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അതിനുശേഷം നടന്നാലും എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം എന്റെ വാസം ജയിലിനകത്തായിരുന്നു. അതുകൊണ്ട് വലിയ സരിത ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത്, ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല, സരിത ഒരു ക്രിമിനലാണ്, അതുകൊണ്ട് കള്ളം മാത്രമേ പറയൂ, വിശ്വസിക്കരുത് ജനങ്ങൾ. അത് ഇപ്പോഴല്ലേ ഞാൻ പറയുന്നേ. ഞാൻ ചോദിക്കുന്നേ, പണം വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത്, പണം വാങ്ങിച്ചു എന്ന ഭാഗം അദ്ദേഹം വിഴുങ്ങി ഒന്നും ചെയ്തില്ല എന്നുള്ള സത്യമെങ്കിലും അദ്ദേഹം പുറത്തു പറഞ്ഞത് സന്തോഷം. കാര്യം ഒന്നും ചെയ്യാത്തത് തന്നെയാണ് ഞാനും ഫേസ് ചെയ്യുന്ന ഏക പ്രോബ്ലം. പക്ഷേ സരിതയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ സരിത പണം ഇത്രയും കൊടുത്തിരിക്കുന്നു, 1,90,00,000 രൂപ, അല്ലെങ്കിൽ മറ്റു പലർക്കും പലതും കൊടുത്തു, ആര്യാടൻ മുഹമ്മദ് 40 ലക്ഷം രൂപ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ലല്ലോ, വാങ്ങിച്ചവർക്ക് അത് സൂക്ഷിച്ച് വയ്ക്കണമല്ലോ. അതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ സരിതയോട് പറയും, അതാ ഞാൻ ചിലതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, അതാ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് നീക്കി. അങ്ങനെ എന്തെങ്കിലും നീക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞോ എപ്പോഴെങ്കിലും? എല്ലാം ഉടനെ ശരിയാകും, എല്ലാം നോക്കുന്നുണ്ട് എന്ന് എല്ലാപ്പോഴും പറയുന്ന അദ്ദേഹത്തിന്റെ മറുപടി അതേ പതിവ് ശൈലിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ മര്യാദ വിട്ട് ആരോടും സംസാരിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങളായി ഞാൻ കോൺഗ്രസിലെ ഏത് നേതാക്കളെ വിളിച്ചു വെച്ചാൽ ഞാൻ മര്യാദ കെട്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. സരിത, ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അനുമാനിച്ചുകൂടെ? കാരണം പാവം മുഖ്യമന്ത്രി
സരിതയെ സഹായിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. സരിതയെ പക്ഷേ സഹായിക്കാനായി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടാകാം. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ നീക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? അതോ സാഹചര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് ഒന്നും ചെയ്തു തരാൻ പറ്റിയില്ല, കാര്യങ്ങൾ മുടങ്ങിപ്പോയി, ഇതാണോ വന്നിട്ടുള്ളത്? നിങ്ങൾ ഈ രണ്ട് രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്താലും, അല്ല എന്നെ പണം വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യാതെ വഞ്ചിച്ചു എന്ന് മൂന്നാമതൊരു ഇന്റർപ്രിട്ടേഷൻ എടുത്താലും, ഇതിന്റെ ഒരേ ഒരു റിസൾട്ട് മാത്രമേ ഉള്ളൂ. പെരുവഴി ആധാരമായത് സരിത മാത്രം. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഒറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ. അതിനകത്ത് ആരെ എനിക്ക് വേണ്ടി തിരിഞ്ഞിറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ചെയ്യാൻ പോയി മുടങ്ങി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്തില്ലെന്ന് പറഞ്ഞാലും, ആഫ്റ്റർ എഫക്ട് മുഴുവൻ ഫേസ് ചെയ്തത് ഈ 2 വർഷക്കാലം ഈ പറയുന്ന ചെണ്ടയായ ഞാൻ തന്നെയാണ്. അപ്പൊ ഇനി മേലിൽ അങ്ങനെ ഒരു ചെണ്ടയാകാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ബെനിഫിറ്റ്സും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എന്റെ കേസുകൾ എന്തായാലും ഞാൻ ഫേസ് ചെയ്യേണ്ടത് ഈ 2 വർഷം ഫേസ് ചെയ്തതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പക്ഷേ സരിത, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. നമ്മുടെ ചാനലിൽ അതിനുള്ള കാര്യങ്ങൾ സരിത പറയുന്നതിന് വേണ്ടി നമ്മൾ അവസരം തരുന്നുണ്ട്. മറ്റു ചാനലുകളിലും ഒക്കെ സരിതയ്ക്ക് അവസരം കിട്ടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഇന്നത്തെ ദിവസം സരിത കള്ളിയാണെന്ന് പറയുന്നവരോട് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. ക്രിമിനൽ എന്നാണ് സരിതയെക്കുറിച്ച് ജോസഫ് വാഴക്കൻ പറഞ്ഞത്. ഞാൻ കള്ളിയാണെന്ന് പറയുന്നവർ ഒരു കാര്യം ഒന്ന് ഓർക്കണം. ഇതിനു മുമ്പ് ഈ 2 വർഷം ചാനലുകളിൽ പലരും പല ആരോപണങ്ങളും സോളാർ കേസിനെ സംബന്ധിച്ച്, അത് പ്രൈവറ്റ് ആയിട്ടുള്ള ആരോപണങ്ങളും അല്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആരോപണങ്ങളും കൈക്കൂലി സംബന്ധമായിട്ടും വഴിവിട്ട സഹായങ്ങളുടെയും ഒക്കെ പ്രത്യാരോപണങ്ങളൊക്കെ വന്നല്ലോ. അന്നൊക്കെ ഞാൻ സംരക്ഷിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ കള്ളിയല്ലേ? ഞാൻ അന്ന് പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ അന്ന് പറഞ്ഞ ആരോപണങ്ങൾ മൊത്തം ശരിയാണെന്ന് അവരെ കൊണ്ട് വരുത്തി തീർക്കാൻ സാധിക്കുമോ? അവർ പറയുമോ അതെല്ലാം ശരിയാണെന്ന്? സരിത 2 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് ബൗൺസ് ചെയ്യപ്പെട്ട ഒരു ചെക്കാണ് കൊടുത്തത്. അങ്ങനെയുള്ള സരിത എങ്ങനെ 1,90,00,000 കൊടുത്തു എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ശരിയല്ലേ? ഒരൊറ്റ മിനിറ്റ്. 2011 അതിന് മുമ്പ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം മടങ്ങിയില്ലല്ലോ. മടങ്ങിയോ? ഇല്ലല്ലോ. 2012 ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ചെക്ക് മടങ്ങിയെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ബിജു രാധാകൃഷ്ണനും ഈ പറഞ്ഞ ആളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഞാനല്ല. ഈ ബിജു രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിൽ വളരെ വ്യക്തിപരമായ എന്തോ കാര്യമാണ് അവിടെ പറഞ്ഞത് എന്നാണല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റി ഞാൻ കമന്റ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് പ്രൈവസി മറ്റു കാര്യങ്ങളൊന്നും താല്പര്യമില്ല. ജീവിതം എന്തോ ആയിക്കോട്ടെ, ജീവിതത്തിൽ വന്ന പാകപ്പേകളും മറ്റു കാര്യങ്ങളും ഞാൻ ചാകശക്തിയാക്കാൻ താല്പര്യപ്പെടുത്തില്ല. ആരുടെയും ജീവിതം ചാകശക്തിയിലോട്ട് വരുത്തി തീർക്കാൻ താല്പര്യപ്പെടുത്തില്ല. ടീം സോളാറിലും സോളാർ സ്കാമിലും എന്ത് സംഭവിച്ചോ അത് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യാൻ തയ്യാറുള്ളൂ. തീർച്ചയായിട്ടും അത് സരിത പറഞ്ഞെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു ചോദിക്കുകയാണ്. അതായത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരിക്കൽ കൊടുത്തത് ഇങ്ങനെ ബൗൺസ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ അതിന് മുമ്പ് കൊടുത്തതൊന്നും ബൗൺസ് ചെയ്തില്ലല്ലോ എന്ന് സരിത തന്നെ പറഞ്ഞു. അതെപ്പോഴാണ് കൊടുത്തത്? എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ കൊടുത്തത്? 2011 ഇതേപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിലെ ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ നമ്മൾ പണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റുകളും നമ്മളുടെ കമ്പനിക്ക് പിന്നെ CM-ന്റെ ഓഫീസ്. ആർക്കാണ് സരിത കൊടുത്തത്? എത്ര രൂപ കൊടുത്തു? മുഖ്യമന്ത്രിക്കാണോ? PMDRC എന്ന് പറയുന്നത് ദുരിതാശ്വാസ നിധി, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിന് 2 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തത്. 2 ലക്ഷം രൂപ ചെക്ക് മാറിയതിന്റെ പിന്നെ റെസിപ്റ്റ് സഹിതം നമ്മളുടെ ഓഫീസിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. സരിത, ഒരുപക്ഷെ ഈ പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലാണല്ലോ ഈ 2 ലക്ഷം കൊടുത്തത്, ചെക്ക് കൊടുത്തത്. അതുപോലെ ഇതും അന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ കൊടുത്തത്? അതെ, മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തത്. അന്ന് രാജശേഖരൻ നായർ, മോഹൻദാസ് തുടങ്ങിയവർ അന്നും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യവും ഇതേപോലെ തന്നെ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ രാജേഷ് രാജശേഖരൻ നായർ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോ മോഹൻദാസ് ഉൾപ്പെടെയുള്ള GM 2-3 സഹപ്രവർത്തകരും ഒക്കെ കൂടിയാണ് പോയത്. 2 പ്രാവശ്യവും ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തില്ല. സരിത ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ള വാചകത്തോടു കൂടി തന്നെ ഞാൻ വീണ്ടും ചോദിക്കട്ടെ സരിത, ഈ പറയുന്ന രീതിയിൽ സരിത പറയുന്നത് സത്യമാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2011 മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉറപ്പിച്ച് പറയുന്നുണ്ടോ? ഒന്നുകൂടി ആലോചിക്കണമോ? ഡയറി നോക്കണമോ? ഒന്നും ആലോചിക്കണ്ട. കാര്യം ഞാൻ ഡിപ്പോസിഷൻ കൊടുത്ത് ആ മൊഴി നിങ്ങൾ വായിച്ചു നോക്കൂ. 2011 തൊട്ട് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രൊജക്ട് സംബന്ധമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് 2011 മുതൽ മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, ആദ്യമായി എന്നാണ് കണ്ടത്, ഈ വക കാര്യങ്ങളെല്ലാം
ബഹുമാനപ്പെട്ട സോളാർ കമ്മീഷൻ മുമ്പാകെ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് സരിത, നിങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറയുന്നതും കേരളത്തിലെ ജനങ്ങൾ കേൾക്കും. അവർക്ക് ഒരുപക്ഷെ ആദ്യം കേൾക്കുക സരിതയെക്കാളും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നതായിരിക്കും. അദ്ദേഹം പറയുന്നത് 3 തവണ എങ്ങാനും കണ്ടിട്ടുണ്ടായിരിക്കാം എന്നാണ്. ഇതിപ്പോ സരിത പറഞ്ഞതനുസരിച്ച് ഞാൻ തന്നെ ഇപ്പൊ എണ്ണി നോക്കുമ്പോൾ എത്ര വരുന്നുണ്ട്? സരിതയ്ക്ക് ഓർമ്മയുണ്ടോ എത്ര തവണ ഈ മുഖ്യമന്ത്രി കണ്ടു എന്ന്? എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല. കാര്യം 10ഓ 12ഓ അല്ലെങ്കിൽ ഒരു 30ഓ 40ഓ തവണയാണെങ്കിൽ എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ടാവും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഈച്ച് ആൻഡ് എവരി കാര്യത്തിന് ഈ പറയുന്ന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടിരുന്ന പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതിനകത്ത് മറക്കാൻ ഇപ്പോഴൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. അതിനി ആൾക്കാരെ എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കില്ല എന്നുള്ള ഒന്നും എന്റെ വിഷയമല്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകുമോ ഇതൊന്നും എന്റെ വിഷയമല്ല. കാര്യം ഞാനിത് മറച്ചു വെച്ചത് കൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും ഇല്ല. ഈ 30 തവണ എന്ന് പറയുന്നത് സരിത, ഇത് ഒരുപക്ഷെ സരിത അങ്ങോട്ട് മുഖ്യമന്ത്രിയെ കണ്ടതായിരിക്കും. മുഖ്യമന്ത്രി സരിതയെ കണ്ടിട്ടുണ്ടാകണമെന്നില്ലല്ലോ. അതിന് ഞാൻ എന്തുത്തരം പറയാനാണ്? എന്തായാലും ജീവനുള്ള ആൾക്കാരെ പരസ്പരം സംസാരിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ശരി, ഒരു കാര്യം ഞാൻ പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് സോളാർ കമ്മീഷനിൽ നാളെ ഹാജരാകേണ്ടതുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും വഴിയിൽ കൂടെ തെളിയിക്കാമെങ്കിൽ തെളിയിക്കാം. ഞാൻ 100% എന്തുതരം പരീക്ഷണത്തിനും തയ്യാറാണ്. ഇനി നഷ്ടപ്പെട്ടു പോയ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് 10 കൊല്ലം വരെയുള്ള ടെലിഫോൺ രേഖകൾ, ലൊക്കേഷൻ ടവർ ഉൾപ്പെടെയുള്ള രേഖകൾ 10 കൊല്ലം മുമ്പ് വരെയുള്ളത് ലഭിക്കും എന്നാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് ഏതെങ്കിലും ടെക്നോളജി അവൈലബിൾ ആണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ടെലിഫോൺ ഡാറ്റാസ് റിട്രീവ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ടെക്നോളജിക്ക് യാതൊരു കുഴപ്പമില്ല, സരിതയ്ക്കും അറിവുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ റിട്രീവ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വഴി അന്വേഷിച്ചാൽ ഇതിനുള്ള ഉത്തരം ഞാൻ ഈ കിടന്ന് അലക്കുകയും വേണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് സരിത, ഈ ഡൽഹിയിലെ കാര്യം ആണല്ലോ ഇന്നിപ്പോ തോമസ് കുരുവിളയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഡിസംബർ 27 കൈമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നത്. ഈ തോമസ് കുരുവിളയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പേരാണ് ചാണ്ടി ഉമ്മൻ്റേത്. അങ്ങനെ ഒരു ബന്ധം സരിത എങ്ങനെയാണ് ഇപ്പോ? ചാണ്ടി ഉമ്മനെ അറിയാമോ സരിതയ്ക്ക്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തെ. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് നാളെ കമ്മീഷനുണ്ട്. 10:30 ആണ് എന്റെ ടൈം. സോ ഐ ഹാവ് ടു പ്രിപ്പയർ എ ലോട്ട്. സരിത വളരെ ഇന്റലിജന്റ് ആയ ഒരാളാണ്, എനിക്കറിയാം. ഇത്തരം കാര്യങ്ങളിൽ 10-40 മിനിറ്റ് എന്നോട് സഹകരിച്ച സരിതയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നാളെ രാവിലത്തെ ഒരുക്കത്തെ കുറിച്ച് പറയുന്നത് നിഷ്കളങ്കമായി പ്രേക്ഷകരും കാണില്ല, പലരും സരിതയെ സ്നേഹിക്കുന്നവർ പോലും കാണില്ല. അത് കുഴപ്പമില്ല. എനിക്ക് എന്റെ നിഷ്കളങ്കത്വം 2 വർഷം അവർ പല രീതിയിൽ കണ്ടതാണ്. അപ്പൊ എന്തായാലും എനിക്ക് കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിനുശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയുള്ളൂ. ദയവ് ചെയ്ത് അതിനു മുമ്പ് എന്നെ ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് ഇതെല്ലാം പറയൂ അതെല്ലാം പറയുന്നു പറഞ്ഞു. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ ഉത്സാഹവും പോസിറ്റീവ് എനർജിയും അതിന്റെ എന്തൂസിയാസവും ഒക്കെ എനിക്ക് മനസ്സിലാക്കും. ഞാനും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന, ഒരു മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തിരുന്നതാണ്. മനസ്സിലാവുന്നു സരിത. ഒരു കാര്യം, ഇന്നിപ്പോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ഒരുക്കമാണെന്നാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ കമ്മീഷന്റെ മുമ്പിൽ പോകുന്നതിന് മുമ്പുള്ള ഒരുക്കമുള്ള തലേദിവസം രാത്രിയിൽ സരിത തമ്പാനൂർ രവിയെ പോലെയുള്ള ആളുകളെ വിളിക്കാറുണ്ട് എന്നാണ് തമ്പാനൂർ രവി പറയുന്നത്. തിരിച്ച് ഇന്നങ്ങനെയുണ്ടോ? പ്ലാൻ ഉണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാനും പല ചാനലുകളിൽ കണ്ടു. അവിടെ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ, അദ്ദേഹം അത് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു ക്ലാരിഫിക്കേഷൻ പറയുകയാണ്. അദ്ദേഹം നിങ്ങൾ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന എന്റെ ഈ മൊബൈൽ നമ്പർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം നാളെ ഇതിനകത്ത് ഇത് പബ്ലിക് ആകാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്റെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അദ്ദേഹം ഒരു 4:43 ആയപ്പോൾ മിസ് കോൾ വിളിക്കുകയും ഞാൻ 4:45 ആയപ്പോൾ എന്റെ അതേ നമ്പറിൽ നിന്ന് ഞാൻ തിരിച്ചു വിളിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നമ്പർ ടാപ്പിംഗ് ആണ്, മറ്റേതെങ്കിലും ഒരു നമ്പർ, ആർക്കും അറിയാത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് വിളിക്കൂ. അങ്ങനെ ഞാൻ എന്റെ കസിൻ ബ്രദറിന്റെ 2ാമത്തെ നമ്പറിൽ നിന്ന് തിരിച്ചു വിളിച്ചു. ആ നമ്പറിന്റെ സ്റ്റാർട്ടിംഗ് 8289 ആണ്. ബാക്കി നമ്പർ ഞാൻ പറയുന്നില്ല. ആ നമ്പറിൽ നിന്ന് 4:47 ഞാൻ തിരിച്ചു വിളിച്ചു. 4:49 വരെ ആദ്യം സംസാരിച്ചു, അത് കട്ടായിപ്പോയി. അതിനുശേഷം 4:50 മുതൽ 4:53 വരെ സംസാരിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്റെ ചോദ്യം ഇന്ന് രാത്രി വിളിക്കാൻ പോകുന്നുണ്ടോ എന്നാണ്. ഇല്ല, ഇന്ന് രാത്രി എന്നെ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ അത് ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ എടുത്ത് സംസാരിച്ചിരിക്കും. ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കാറില്ല. എന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ച് എന്തായാലും എന്താണെന്ന് ചോദിച്ചിരിക്കും, എന്താ കാര്യം എന്ന് സത്യമായിട്ട് ചോദിച്ചിരിക്കും. ഇനി അതിന് ധൈര്യപ്പെടുന്നവരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും വെച്ച് നിർത്തി പോവല്ല. എനിക്ക് അതുകൊണ്ടല്ല എനിക്ക്
വേറെ ഒന്ന് രണ്ട് കാര്യം നമ്മള് ബിജു രാധാകൃഷ്ണൻ പറയുന്ന പോലെ CD അവിടെ വെച്ചിട്ടുണ്ട്, CD ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് കോയമ്പത്തൂർ വരെയുള്ള യാത്രയാണ് 4 മണിക്കൂർ യാത്ര, കേരളത്തിനപ്പുറം, ഇതൊന്നും പറയുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം എന്റെ ഭാഗത്തുനിന്ന് ദയവായി പ്രതീക്ഷിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു കമ്മീഷനിൽ പറയുന്നെങ്കിൽ വസ്തുതാപരമായ കാര്യങ്ങൾ, നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ, നേരിട്ട് ഇടപെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അതും ഞാൻ അനുഭവിച്ചത്, അതിനെ എന്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ ത്രൂ വന്നതൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് എതിരെ ഞാൻ ഇപ്പൊ ഒരു 1-2 ന്യൂസ് കേട്ടു. എനിക്ക് അതായത് ലീഗലായിട്ട് ഞാൻ കോൾ കൊടുക്കുമ്പം അത് ആന്റി കറപ്ഷൻ ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം അതിന്റെ കുറെ ലീഗൽ പ്രശ്നങ്ങൾ എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അഡ്വക്കേറ്റ്സുമായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് എന്തായാലും അവരുടെ സമയം വിലപ്പെട്ടതാണ് ഇപ്പൊ, അല്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒന്ന് റിലീസ് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുന്നത്. നാളെ എനിക്ക് കമ്മീഷനിൽ പോകേണ്ടതുണ്ട്. സരിത, ഒരു ചോദ്യം കൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പായി. അതായത് ഇന്നിപ്പോ സരിത കൊടുത്തിരിക്കുന്ന ആ മൊഴിയുണ്ടല്ലോ, ആ മൊഴിയെ സാധൂകരിക്കാൻ കഴിയുന്ന ഓഡിയോ വിഷ്വൽ തെളിവുകൾ സരിതയുടെ കൈവശമുണ്ടോ? ഇതിൽ സരിതയെ തട്ടിത്തെറിപ്പിക്കാൻ ആർക്കും പറ്റില്ല, എൻ്റെ കയ്യിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് സരിത ഉറച്ചു വിശ്വസിച്ച് പറയുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആവശ്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഹാജരാക്കാൻ പറ്റുന്ന വിഷ്വൽസ് എന്റെ ഭാഗത്തുണ്ട്. അതിൽ 1-2 കാര്യങ്ങളെങ്കിലും സാധൂകരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് സന്ദർഭവശാൽ ഇപ്പൊ ഓടിപ്പോയ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു രീതിയിലല്ലേ, നമ്മളുടെ ട്രസ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ അവരെ കുരുക്കാന്നുള്ള ആസ്പെക്റ്റോട് കൂടി നമ്മൾ ആരടുത്തും സംസാരിക്കാനോ പോയിട്ടുള്ളതല്ല. പല പല കഥകളിൽ കേട്ട കഥാപാത്രമൊന്നുമല്ല ഞാൻ. ഒരു കോയിൻസൈഡ്സിന്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആക്സിഡന്റലി സംഭവിച്ച 1-2 വിഷ്വൽസ് എന്റെ ഭാഗത്ത്, അതും ശക്തിയുക്തം അദ്ദേഹം നിഷേധിച്ചിരിക്കുന്ന ഒരു വിഷയം ഉൾപ്പെടെയുള്ളത് എനിക്ക് ഏതെങ്കിലും ഒരു നല്ല അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമേ ഞാനിപ്പോ സരിത, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സരിത പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ പലരുടെയും ചങ്കിടിച്ചു തുടങ്ങിയിരിക്കുന്നു, ഇത് പേടിച്ചിരിക്കുന്ന പലരുടെയും. അങ്ങനെ ഒരു ദൃശ്യ തെളിവ് സരിതയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സരിത ഒന്ന് കേൾക്കൂ. ഇത് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ CD പോലെയാണോ ഇപ്പൊ സരിത പറയുന്നത്? അതാണ് ഞാൻ നേരത്തെ അതിന് ആൻസർ പറഞ്ഞു. ബിജു പറയുന്നതിൽ ഇത് കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് ഏതെങ്കിലും ഒരു റിലയബിൾ അന്വേഷണ ഏജൻസി ഈ സോളാറിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇന്റർഫറൻസ് അന്വേഷിക്കാൻ വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അന്വേഷണ ഏജൻസി വരുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പ്രൊഡ്യൂസ് ദിസ്. അന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് എനിക്കറിയാം എന്നെ കൂടെ സെൽഫ് ഇൻക്രിമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മൊഴിയാണ് കൊടുത്തത്. പക്ഷെ അതിലെങ്കിലും എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കാര്യം നാളെയും ഇതുപോലെയുള്ള ഏതെങ്കിലും ചെറിയ ബിസിനസ്സുകളിൽ നിന്ന് ഉയരത്തിലാകാനോ അല്ലെങ്കിൽ ഉയരത്തിലെത്തുന്ന വ്യാമോഹം കൊണ്ട് വരുന്ന ഒത്തിരി പേരുണ്ടാകും. അവരെല്ലാവരും ഈ വെള്ളാമ്പാറ്റകളുടെ വലയിൽ വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വെള്ളാമ്പാറ്റകളുടെ വലയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവർ ഒറ്റയ്ക്ക് അനുഭവിക്കണം. വെള്ളരിപ്രാവുകൾ, വെള്ളാമ്പാറ്റകൾ, ഇതൊക്കെ പറഞ്ഞു ഇത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അതായത് തുടങ്ങിയിടത്ത് തന്നെ അവസാനിപ്പിക്കാം. അതായത് ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നും അവിടെയുള്ള ഏതോ പാവം കുറെ പയ്യന്മാർ, കുറെ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ എന്നുള്ളിടത്തു നിന്നൊക്കെ മാറി ഇപ്പോൾ ഡയറക്റ്റായി മുഖ്യമന്ത്രിയിലേക്കാണ് തെളിവുമായി സരിത വന്നിരിക്കുന്നത്. എനിക്ക് അതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് പിന്നെ ഒരു ക്രൈം ത്രില്ലർ സിനിമ സ്റ്റോറി ഒന്നുമല്ല. പക്ഷെ ഞാനിപ്പോൾ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബഹുമാനപ്പെട്ട കമ്മീഷന്റെ മുമ്പിലാണ്. അപ്പം നമുക്ക് കൂടുതൽ എന്താ പറയാ പുറത്ത് ചർച്ച ചെയ്തിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ അതേ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു ആ പറയുന്ന പെർട്ടിക്കുലർ കമ്മീഷനോട് ചെയ്യുന്ന ഒരു ബഹുമാനക്കേടാണ്. പ്രത്യേകിച്ചും അതൊരു കോടതിയാണ് എന്ന് വിശ്വസിക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് എന്നെ ഒന്ന് റിലീവ് ചെയ്തു തരണം പ്ലീസ്. റൈറ്റ്, വളരെ നന്ദി സരിത. വീണ്ടും നമുക്ക് ചർച്ചയിലേക്ക് ആവശ്യമുള്ള ഘട്ടത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KPCC ജനറൽ സെക്രട്ടറി, ഇപ്പോൾ ആദ്യം പ്രതികരിക്കാനുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എന്തു പറയുന്നു? ഇങ്ങനെ സരിതയുടെ പുറകെ നടന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് സർക്കാരാണ് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു.
പ്രഥമദൃഷ്ടിയ ശ്രീ ലാല് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നു എങ്കിൽ താങ്കൾ ഈ പറയുന്നത് ആണ് വസ്തുത. പക്ഷെ ഞങ്ങളാരും അത് അത്തരമൊരു കാര്യം വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ആരും എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അങ്ങയെ ഞാൻ മാറ്റി നിർത്താം. പക്ഷെ അങ്ങയുടെ സമിതിയിലുള്ള മറ്റു ചില ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പോ ചിലരുടെയൊക്കെ ശബ്ദം കേട്ടല്ലോ. ശ്രീ തമ്പാനൂർ രവി MLA ശബ്ദം കേട്ടല്ലോ. ഇങ്ങനെയുള്ള KPCCയുടെ നേതാക്കൾ, ഭാരവാഹികൾക്കൊക്കെ ഈ രീതിയിൽ വിശ്വസനീയതയുള്ള ഒരാളാണ് സരിത എങ്കിൽ, സരിത പറയുന്നത് അവർക്കൊക്കെ കേൾക്കാം. അവർക്ക് ഏത് പാതിരാത്രിയിലും വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആളാണ്, ആക്സസ് ഉള്ള ആളാണ് സരിത എങ്കിൽ എന്തിനു നിങ്ങൾ അവിശ്വസിക്കണം സരിതയെ? ഞാൻ അതിനകത്ത് പൂർണ്ണമായും അവിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങളുള്ളത്. ഒന്ന്, ഇതിനകത്തൊരു ഗൂഢാലോചന എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ കൺസിസ്റ്റൻ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മെയ് മാസം ലക്ഷ്യമാക്കിയുള്ള ഒരു ഗൂഢാലോചനയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ്റിനോട് അസ്വസ്ഥതയുള്ള ഒരു വിഭാഗം ജനങ്ങൾ, ഒരു വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സരിതയെ അതിനൊരു ടൂളായി ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അത് രാഷ്ട്രീയമാണ് താങ്കൾ പറയുന്നത്. ആ രാഷ്ട്രീയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ഇതിനകത്ത് അവിടെ ഇവിടെയുള്ള പോയിന്റുകൾ നമുക്ക് ലിങ്ക് ചെയ്ത് സംസാരിക്കണമല്ലോ. ഇവിടെ ഈ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നത് ആരൊക്കെയാണെന്ന് നമ്മളിപ്പോൾ കേട്ടല്ലോ. സരിതയെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ആരാണെന്ന് കേട്ടല്ലോ, ശബ്ദം കേട്ടല്ലോ, കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ. പിന്നെ ഗൂഢാലോചനയിൽ ഇവരൊക്കെയാണോ പങ്കാളികൾ മറ്റുള്ളവരുമായി? ഞാൻ ഈ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയമാണ് ലിങ്ക്ഡ്. രാഷ്ട്രീയം ലിങ്ക് ചെയ്തിട്ട് രാഷ്ട്രീയപരമായ വഴികളിലൂടെ ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് അപകീർത്തികരമായ മാർഗങ്ങളിലൂടെ എന്ത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ജയിക്കാനുള്ള ഒരു ആവശ്യമാണ്. ഇന്ത്യ രാജ്യത്ത് ആകെ ഒരു കച്ചിത്തുരുമ്പായി അവശേഷിക്കുന്നത്, CPM-ന് അവശേഷിക്കുന്നത് ഈ സംസ്ഥാനമാണ്. അതും യാഥാർത്ഥ്യമാവുകയില്ല എന്നത് വേറെ കാര്യം. പക്ഷെ അവിടെ ഈ UDF-നെയും കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതൃത്വത്തെയും അപകീർത്തികരമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, പ്രതിപക്ഷം അവിടെ നിൽക്കട്ടെ, CPM ഒന്നും ഈ ചിത്രത്തിലേ ഇല്ല. അവരൊന്നും ഈ ഭാഗത്തേക്ക് എന്താണെന്ന് അറിയില്ല. അവർ ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. അവരെക്കുറിച്ച് നമുക്ക് ഈ ചിത്രത്തിൽ ഇതുവരെ പറഞ്ഞിടത്തൊന്നും കണ്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ്. ഇവിടെ കണ്ടത് തോമസ് കുരുവിള, ഇവിടെ കണ്ടത് ജിക്കുമോൻ, ജോപ്പൻ. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPയുടെ നേതാവ് അഡ്വക്കേറ്റ് പത്മകുമാർ, BJPയുടെ വക്താവ് ഇവിടെയുണ്ട്. അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്നത് എങ്ങനെ എടുക്കണം? രാഷ്ട്രീയമാണോ ഇതെല്ലാം? അഡ്വക്കേറ്റ് പത്മകുമാർ. അല്ല, നമ്മുടെ വളരെ എപ്പോഴും ചർച്ചകളിൽ പ്രസന്നവതനായിരിക്കുന്ന സുരേഷ് ബാബുവിൻ്റെ ഇന്നത്തെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എല്ലാ ആളുകളും ഇത് വിശ്വസിക്കുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ തന്നെ മനസ്സിലാകും. പക്ഷെ ഇത് വളരെ ഇതിൽ എന്തെങ്കിലും നമുക്കൊരു അല്പമെങ്കിലും ഒരു ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ ധാർമ്മികത ഉമ്മൻചാണ്ടി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് മന്ത്രിസഭ തന്നെ പിരിച്ചുവിട്ടിട്ട് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണമെന്നാണ് എപ്പോഴും നമ്മൾ ചർച്ചയിൽ പറയുന്നത്. ഇത്രമാത്രം സമൃദ്ധമായി ഏറ്റവും കേരളത്തിലെ ഇപ്പോൾ ഒരു മാനിപ്പുലേറ്റർ, ഒരു ബെസ്റ്റ് മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CM ആണ്. വളരെ ജനാധിപത്യവാദിയായിട്ട് അഭിനയിക്കുകയും ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറും, അഴിമതി രഹിതനാണ് എന്ന് നടിക്കുകയും എല്ലാ കാര്യത്തിലും വളരെ സമർത്ഥമായ രീതിയിൽ അഴിമതി നടത്തുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിന് തന്നെ അപമാനമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു അടുത്ത നിമിഷം തന്നെ രാജിവെക്കുകയാണ് ഏറ്റവും ഉത്തമമായ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ, പണ്ട് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ ഒന്ന് കൂട്ടി വായിച്ചാൽ അറിയാം ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. ഒരു ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ഇന്ന് ഇദ്ദേഹം ഒരു ടി എസ് മാത്യു ആരോ കോഴഞ്ചേരിയിലുള്ള ആള് CM-നോട് സരിതയെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ CM ഒരു പോലീസുകാരൻ്റെ ഫോണിൽ സരിതയെ വിളിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇതേ കാര്യമല്ലേ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്? ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്, ഞാൻ സരിതയെക്കുറിച്ച് അടച്ചിട്ട മുറിയിൽ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് പിറ്റേ ദിവസം
സരിതയോട് വേണുഗോപാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സരിത എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ബന്ധങ്ങൾ വളരെ ശക്തമല്ലേ? എന്താണ് മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ ബഹുമാനപ്പെട്ട സുരേഷ് ബാബുവിൻ്റെ പാർട്ടിയും കൂടെ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൽ എൻ്റെ തെളിവാണ് നമ്മുടെ തമ്പാനൂർ രവിയുടെ ഈ ഒരു സൗണ്ട് പുറത്തു വന്നത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇതിനകത്ത് ഇനി രാഷ്ട്രീയമൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു പോയിന്റും ലിങ്ക് ആകുന്നില്ല. ഈ പറഞ്ഞ സരിത പറഞ്ഞ വെള്ളരിപ്രാവുകൾ അല്ലെങ്കിൽ വെള്ളരിപ്പാറ്റകളൊക്കെ ഈ പറഞ്ഞ ഡേറ്റുകളിലും ആ ഫോൺ വിളിച്ച മറ്റു സമയങ്ങളിലുമൊക്കെ അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ തെളിയിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. തെളിവ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ CCTV വർക്ക് ചെയ്യില്ല, അതല്ലെങ്കിൽ ടെലിഫോൺ രേഖകൾ ഇല്ലാതെയാകും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ എതിർത്ത് പറയുന്ന, നിങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകളെല്ലാം രാഷ്ട്രീയമാണ് കളിക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് BJPയെ കൂടെ അതിനകത്ത് പറയാം. CPM-ഉം BJPയും ഈ ബാർ മുതലാളിമാരും ഇനി ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എതിർത്ത് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അവരും കൂടി ചേർന്നുള്ള ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞാണോ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്? അല്ല, ഞങ്ങൾക്ക് ഇതിനകത്തൊരു രക്ഷപ്പെടലില്ലല്ലോ. രക്ഷപ്പെടലല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളതാണ് പറയേണ്ടുന്നത്. കേരളത്തിലെ ഭരണകൂടത്തിനെതിരെ തുടക്കം മുതൽ ഭരണത്തിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച് രാഷ്ട്രീയ സമരങ്ങളിലൂടെ ഉള്ള പ്രതിരോധം തീർത്ത് പരാജയപ്പെട്ട CPM-ഉം ഇടതുപക്ഷവും അനുവർത്തിക്കുന്ന ചില കുൽസിത പ്രവർത്തനങ്ങളാണ്. അതിനെ കാണാതിരുന്നിട്ട് കാര്യമില്ല, അത് പറയാതിരുന്നിട്ടും കാര്യമില്ല. കുൽസിത പ്രവർത്തനം എടുത്തു പറയുക. ഇവിടെ മറ്റുള്ളതൊക്കെ എടുത്തു പറയാനുണ്ട്. ഫോൺ രേഖകളുണ്ട്, പറഞ്ഞ ഡേറ്റുകളുണ്ട്, എല്ലാം നമുക്ക് പറയാനുണ്ട്. CPM ഇതിനകത്ത് എവിടെ വരുന്നു? ഈ ഭരണകൂടത്തിനെതിരായി മൊഴി പറയും. അല്ല, അവര് പറഞ്ഞതാണ്, ഞാനൊന്നും പറഞ്ഞില്ല. അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ ഇന്ന് അവർ പറയുന്നതും വിശ്വസിക്കരുത്. അതാണ് ഇന്ന് അവർ പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ 2014 ഇന്ത്യ ടുഡേയിലൂടെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളും കൂടി നിങ്ങൾ വിശ്വസിക്കണം. രണ്ടുമില്ല. സൗകര്യമുള്ളത് മാത്രം വിശ്വസിക്കുകയും ബാക്കിയുള്ളത് എതിർക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജനങ്ങൾ കേൾക്കേണ്ടതല്ലേ, ജനങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ. എന്തിനാണ് നുണപരിശോധനയിൽ നിന്ന് ഒളിച്ചോടുന്നത്? ഇതാ സരിത അതിന് തയ്യാറാണല്ലോ. ഗുണപരിശോധന എന്ന് പറയുന്ന ഒരു വസ്തുത ഇന്ന് വരെ ഞങ്ങൾ ആരും അതൊരു നിയമപരമായ സാങ്കത്യമായി കണ്ടിട്ടില്ല. അതൊരു നിയമപരമായ എൻറ്റിറ്റി അല്ല. ഏത് നിയമത്തിനോട് ചോദിച്ചാലും, ഏത് നിയമം പറയുന്ന ആളുകളോട് ചോദിച്ചാലും, റിയാസ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം അഭിഭാഷകനാണ്. നുണപരിശോധന ഈസ് നോട്ട് എ കൺക്ലൂസീവ് പ്രൂഫ്. അതിനെ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ മുഖ്യമന്ത്രിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമ ചർച്ചയിലൂടെ വരുത്തുന്നതിനും ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുമുള്ള ചോദ്യങ്ങളായി മാത്രമേ നമുക്ക് കണക്കാക്കാൻ നിവൃത്തിയുള്ളൂ. കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടോളം നീണ്ടു നിന്ന ഒരു പൊതുജീവിതമുള്ള ഒരു മുഖ്യമന്ത്രിയോട് താങ്കൾ പറയുന്നത് നുണയാണ്, അതിന് നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കടന്ന് കൈ. അതിനേക്കാൾ കഷ്ടമല്ലേ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? ഇത്രയധികം പാരമ്പര്യമുള്ള മുഖ്യമന്ത്രി ഇരുട്ടി വെളുക്കുവോളം സോളാർ കമ്മീഷന്റെ മുമ്പിൽ ഇരുന്ന് കൊടുക്കേണ്ടി വന്നത്. അത് അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ നാണക്കേട്, കേരളത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കിയ സംഭവമല്ലേ? ഇതൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ? അതിനല്ലേ മാറി നിന്നുള്ള അന്വേഷണം വേണ്ടത്? വലിയ നല്ല അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കേണ്ടത്. അതൊന്നും ഇല്ലാതെ ഇങ്ങനെ നാട്ടിൽ എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണോ ചെയ്യേണ്ടത് കാര്യങ്ങളെ? ഇത്ര പവിത്രമായി സർക്കാരിനെയും കേരള സംസ്ഥാനത്തെയും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെല്ലേണ്ടിയിരുന്നില്ലേ മുഖ്യമന്ത്രി? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ മറ്റിതര സാമൂഹ്യ സംഘങ്ങളും
ആവശ്യപ്പെട്ടതനുസരിച്ച് കൂടിയാണ് ഇത്തരമൊരു ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. കമ്മീഷൻ നിശ്ചയിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞാനടക്കമുള്ള ആരെയും ഈ കമ്മീഷന്റെ മുമ്പിൽ വിസ്തരിക്കുന്നതിന് തടസ്സമില്ല, ഹാജരാകാൻ ഞാൻ തയ്യാറാണ്, അതിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഒരു FIR വന്നപ്പോൾ ആശുപത്രിയിൽ കിടന്ന് ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന രീതിയൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തില്ലല്ലോ. അദ്ദേഹം കമ്മീഷന്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും എഴുതോളൂ, ഞാൻ ഇരുന്നോളാം എന്ന് പറയാൻ ആർജവം കാണിച്ചൊരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന നിലയിൽ അദ്ദേഹത്തെ പുകഴ്ത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ അദ്ദേഹം കമ്മീഷന്റെ മുമ്പിൽ ഇരിക്കേണ്ടി, ഞാൻ പറയാം ശ്രീലാൽ, കൈരളി ചാനൽ, പീപ്പിൾ ചാനൽ പറയുകയില്ലേ, അദ്ദേഹം ഇതിനകത്ത് തെളിവെടുക്കാൻ പോയില്ലെങ്കിൽ കമ്മീഷന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയായിരുന്നില്ലേ? അതിനേക്കാൾ അന്തസ്സായിരുന്നു കൈരളി ചാനലിനെ കൊണ്ട്. മുഖ്യമന്ത്രി ആയിരുന്ന അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടിതാ ഈ തെളിവ് കൊടുക്കാൻ പോയിരിക്കുന്നു. ആ പദത്തിനെ കളങ്കപ്പെടുത്താൻ പോയില്ല എന്നൊരു അന്തസ്സുള്ള പ്രവൃത്തി കാണിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ എല്ലാ ചാനലുകളും വാഴ്ത്തുകയും ചെയ്തതിനെ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, അതില്ലാതെ ചിലർ നിരീക്ഷിക്കുന്നത് പോലെ അധികാരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആളുകൾക്ക് വീണ്ടും പറയാൻ പറ്റുന്നു, അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. പലരെയും ഉപയോഗിച്ച് ഗവൺമെൻറ് പ്ലീഡറെ പോലും ഉപയോഗിച്ച് സരിതയെ പഠിപ്പിച്ച് കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. കൈരളിയുടെ ആഗ്രഹം ഇപ്പൊ താങ്കളിലൂടെ പുറത്തു വന്നു, അതാണ് വസ്തുത. ഇത് നേരത്തെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അത് താങ്കളിലൂടെ ഒരു സത്യസന്ധമായ ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ മീഡിയ ആളെന്നുള്ള നിലയിൽ താങ്കളിലൂടെ അത് പുറത്തു വന്നിരിക്കുന്നു. എനിക്ക് അതിൽ സന്തോഷമുണ്ട്. മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തുക, ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുക, ഈ ഒരു ലക്ഷ്യം അത് സാധ്യതപ്രായമാകാത്തതിലുള്ള മനക്ലേശമാണ്, മനപ്രയാസമാണ് ഇന്ന് ഇതിനെ നയിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. വരും ദിവസങ്ങൾ നമുക്ക് കാണാം. കേരള സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുകയാണ്, ഞങ്ങൾ പോവുകയാ. ഈ പറയുന്നത് ഏത് വിശ്വസിക്കണം? സരിത പറയുന്നത് വിശ്വസിക്കണോ? മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസിക്കണോ? കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുന്നു ഞങ്ങൾ ജനങ്ങളോട് ഈ കാര്യങ്ങൾ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ചർച്ച ചെയ്ത് ജനവിധി നേടുന്നതിലേക്കാണ് ഞങ്ങളുടെ ആലോചന. മെയ് മാസം വരാനിരിക്കുകയാണല്ലോ, വളരെ കൂടുതലൊന്നുമില്ല. അല്ല, അതിപ്പോൾ എന്തായാലും അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. വേറെ ഒന്നും പൊളിറ്റിക്കലായി ചെയ്യാനില്ലല്ലോ അഡ്വക്കേറ്റ് സുരേഷ് ബാബു. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വാദിച്ചു പോകേണ്ടി വരും. അല്ലാതെ ഇതെല്ലാം അവിടെ ഇരുന്നോട്ടെ, ഞങ്ങളെല്ലാം വീട്ടിൽ പോയി ഇരിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയമായ അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ നല്ല വശങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് പോകും. അതല്ല ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയാകുക. ഇതാ 1,90,00,000 രൂപ കൊടുത്തു എന്ന് പറയുന്നു. ഇത് കൊടുത്തോ? അത് എവിടെ നിന്നാണ് പണം കൊണ്ടുവന്നത്? ആ പണം ആരെങ്കിലും വാങ്ങിയോ? വാങ്ങിയ ആൾ അത് എന്ത് ചെയ്തു? അത് അന്വേഷിക്കാൻ വേണ്ടി ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് സാധാരണ നാട്ടിൽ ഇങ്ങനെയുള്ള കൈക്കൂലി കൊടുക്കൽ നടക്കുന്ന അന്വേഷണ പ്രക്രിയകൾ ഇവിടെ മുൻ SP ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. അതൊക്കെ ഇതിനകത്ത് ചെയ്യണ്ടേ? അതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട്? അത് ചെയ്യാത്തിടത്തോളം എങ്ങനെയാണ് നല്ലൊരു ഇമേജിൽ നിങ്ങൾ 2 മാസം കഴിയുമ്പോൾ ആളുകളുടെ മുമ്പിലേക്ക് പോവുക? ഏപ്രിലിൽ സരിത പറഞ്ഞിട്ടുണ്ട് ആരാണ് അവരുടെ പണത്തിന്റെ സ്രോതസ് ആരുടേതാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാധ്യമത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആര് കൊടുത്തു എന്നും ആരുടെ കയ്യിലൂടെ പണം വന്നു എന്നും എന്നുള്ളതിനൊക്കെ രേഖകൾ തന്നെ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് അതെല്ലാം പ്രയാസമില്ല. അതെല്ലാം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പ് കൊണ്ടുവരും. ഇതാണ് വസ്തുത എന്നുള്ളത്. എന്നിട്ട് ജനങ്ങൾ വിശ്വസിക്കട്ടെ, ജനങ്ങൾ അവിശ്വസിക്കട്ടെ. തീർച്ചയായിട്ടും. അന്ന് സരിത ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. 2014 ഏപ്രിലിൽ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, മുഹമ്മദ് റിയാസിലേക്കും വരണം. അതിനു മുമ്പ് നമുക്ക് മറ്റതിഥികളുമുണ്ട്. ഞാൻ പെട്ടെന്ന് മുൻ SP ജോർജ് ജോസഫിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, വേണ്ട രീതിയിലുള്ള അന്വേഷണം ഈ കാര്യത്തിൽ നടന്നു ജനങ്ങളുടെ മുമ്പാകെ കൃത്യമായി കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ട ഒരവസ്ഥ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനിയെല്ലാം രാഷ്ട്രീയമാണ്, ബാക്കി ഇത്രയേ ചെയ്യാനുള്ളൂ. നിയമപരമായി അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഈ കാര്യത്തിൽ സരിത പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഒക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് നിൽക്കാനേ ഉള്ളൂ. ബാക്കി അന്വേഷണങ്ങളെല്ലാം കൃത്യമാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല, ഇതിനകത്ത് ഞാനിപ്പോൾ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ മാനങ്ങൾ വളരെ ഉണ്ടാവും. ഇപ്പോഴത്തെ സരിതയുടെ
വെളിപ്പെടുത്തൽ മുഖേന രാഷ്ട്രീയമായ മാനങ്ങൾ വളരെ ഉണ്ടാകാം. പക്ഷേ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സരിത 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് കൊടുത്തെന്ന് പറഞ്ഞ് നേരിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അത് 2 വർഷമായിട്ട് സരിത വെളിപ്പെടുത്താതിരുന്ന ഒരു കാര്യമാണ് ഇപ്പം വെളിപ്പെടുത്തുന്നത്. ബിജു രമേശ് നേരത്തെയുള്ള ബാർ കോഴ കേസിനകത്ത് മാണിയുടെ കാര്യം മാത്രമേ ആദ്യം പറഞ്ഞുള്ളൂ. പിന്നീടാണ് അടുത്ത മൊഴിയിലാണ് മറ്റുള്ള 3 പേരെ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ പീസ് മീലായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊഴി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സരിതയ്ക്ക് ഇപ്പം 1,90,00,000 രൂപ അദ്ദേഹം സരിത കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സരിത തന്നെ ഒരു പരാതി കൊടുത്തെങ്കിൽ മാത്രമേ അത് കേസെടുക്കണോ ഇല്ലയോ എന്ന് പോലീസ് തീരുമാനിക്കുകയുള്ളൂ. കൂടാതെ സരിതയുടെ ക്രിമിനൽ പശ്ചാത്തലം, ഒരു ക്രിമിനൽ കേസിന് അവരുടെ ക്രിമിനൽ പശ്ചാത്തലവും തീർച്ചയായിട്ടും പോലീസ് നോക്കും. അപ്പോൾ സരിതയുടെ സരിതയ്ക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ 1 കോടി രൂപ മുഖ്യമന്ത്രി പറ്റിച്ചു എന്നുണ്ടെങ്കിൽ ഒരു 420 കേസെടുക്കാനേ ഒക്കുള്ളൂ. ഇതിനകത്തൊരു വിജിലൻസ് ആംഗിളിൽ ഒരു സ്കോപ്പില്ല. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു കാര്യം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങിയെന്നാണ് ഇപ്പോൾ സരിത പറഞ്ഞിരിക്കുന്നത്. അതിന് വേറൊരു ഡയമെൻഷനാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നിയമവിദഗ്ധനായ താങ്കൾക്കറിയാം. അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ ലളിതകുമാരി കേസിൻ്റെ കാര്യം ഞാൻ ഓർമ്മയിൽപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു പണം വാങ്ങിയിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ അതെവിടെ ഉണ്ട് എന്ന് റിക്കവർ ചെയ്യുക എന്നൊരു പ്രക്രിയയുണ്ട്. ഇതൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ പുതുതായി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇപ്പോഴത്തെ ഈ പുതിയ വെളിപ്പെടുത്തൽ ആരെങ്കിലും അതിനൊരു പരാതി ഒന്നെങ്കിൽ സരിത കൊടുക്കണം, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ ആരെങ്കിലും കൊടുക്കണം. അത് നേരിട്ട് കൊടുത്തതെന്ന് എന്തായാലും സരിത പറഞ്ഞിട്ടില്ല. അത് തോമസ് കുരുവിളയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ജിക്കുമോനും തോമസ് കുരുവിളയ്ക്ക് ഏൽപ്പിച്ചെന്നാണ്. ദൃശ്യങ്ങളുണ്ട്, അത് സബ്സ്റ്റാൻഷിയേറ്റ് ഉണ്ട്. രണ്ടാമത് സരിതയ്ക്ക് ആ സമയത്ത് ഈ ഒരു അവസ്ഥയിൽ 1,90,00,000 രൂപ കൊടുക്കാനുള്ള പണം കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ ബാങ്കിൽ നിന്നാണ് വിഡ്രോ ചെയ്തത്, അല്ലെങ്കിൽ ആരെങ്കിലും സരിതയെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചോ, തോമസ് കുരുവിളയ്ക്ക് എങ്ങനെ കൊടുത്തു, ഇതൊക്കെ പോലീസ് അന്വേഷണം നടന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഇതൊക്കെ സരിത പറയണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് സോളാർ കമ്മീഷന് മുമ്പിൽ പറഞ്ഞാൽ മതിയോ? പോയി അന്വേഷിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് എല്ലാവരുടെയും രേഖകൾ, ഇപ്പം കെ ബാബുവിൻ്റെ കാര്യത്തിൽ എന്താണ് കോടതി ചോദിച്ചത്? അദ്ദേഹത്തിൻ്റെ വീടും ബാങ്ക് അക്കൗണ്ടും പരിശോധിച്ചോ എന്നാണ് ചോദിച്ചത്. ഈ കേസിൽ അത് വേണ്ടേ? അല്ല, ഈ കേസിൽ അത് വേണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സരിതയെപ്പോലൊരു ആൾ അത് പറയുമ്പം അത് റിലേ ചെയ്യാൻ പോലീസിന് സ്വല്പം ബുദ്ധിമുട്ടാണ്. പോലീസ് കേസെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇനി അത് സരിതയെ വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും പൊതുപ്രവർത്തക രംഗത്ത് വരട്ടെ, ക്രിമിനൽ പശ്ചാത്തലമുള്ള സരിതയുടെ മൊഴി വാങ്ങി ഒരു കേസെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ കാര്യത്തിൽ അത് തന്നെയല്ലേ നേരിട്ട് വാങ്ങിച്ചെന്ന് അവർ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അവർ ഇപ്പം നമ്മുടെ കൈരളി ടി വിയിൽ സംസാരിച്ചപ്പോൾ നേരിട്ട് വാങ്ങിച്ചൊന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഈ സരിത ഈ പറഞ്ഞ കേസിൻ്റെയൊക്കെ പുറത്ത്, ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞതിൻ്റെ പുറത്ത് അന്വേഷണങ്ങൾ നേരിടുകയും അതിൻ്റെ നിയമപരമായ വശങ്ങളിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. അതൊന്നും വന്നിട്ടില്ലല്ലോ. അല്ല, അത് വരുമായിരിക്കാം. കാരണം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ പാർട്ടിക്കാർക്ക് സരിതയ്ക്കെതിരായിട്ട് ഇതുപോലെ നടപടിയെടുക്കാനായിട്ട് ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത് ഇന്ന് വെളിപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ. അതുപോലെ സോളാർ കമ്മീഷനിൽ ഒരു വെളിപ്പെടുത്തലെന്ന് പറയുന്നത്, സോളാർ കമ്മീഷൻ അത് മുഴുവൻ പരിശോധിച്ച ശേഷം ഒരു റെക്കമെൻഡേഷൻ മാത്രമേ ഗവൺമെൻറ് കൊടുക്കാനൊക്കെ ഉള്ളൂ. ഫൈനൽ അതോറിറ്റി അല്ല സോളാർ. അഡ്വക്കേറ്റ് ഉദയഭാനു കൂടി നമ്മളോടൊപ്പം ചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു കമൻറ്റ് ഈ ചർച്ചയിൽ ഇതുവരെ വന്നില്ല. മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ റിയാസിനോട് ഇപ്പോഴാണ് എനിക്ക് ചോദിക്കാൻ സാധിച്ചത്. റിയാസ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? സരിത ഇപ്പോൾ പുതുതായി പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ദൃശ്യങ്ങൾ പുതിയൊരു നല്ല അന്വേഷണ ഏജൻസിയിൽ വന്നാൽ കൊടുക്കാൻ തയ്യാറാണ്, ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ദൃശ്യങ്ങൾ വരെ കൈവശമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? കേരളത്തിലെ 1-ാം ക്ലാസ്സിലെ കുട്ടി വിളിക്കുന്ന മുദ്രാവാക്യം, ഒരുപോലെ വിളിക്കുന്ന മുദ്രാവാക്യം, ഇങ്ങനെ ഒരു നാറിയ മുഖ്യനെ കേരള ജനത കണ്ടിട്ടില്ല എന്നാണ്. നേരത്തെ ഞങ്ങൾ വിളിച്ചിരുന്ന മുദ്രാവാക്യമാണ്, ഇപ്പോൾ കുട്ടികൾ ഒരുപോലെ വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ വിഷയം നമ്മളൊക്കെ തന്നെ മറന്നുപോയ പോലെയാണ്. കാരണം എന്താ, ആര്യാടൻ മുഹമ്മദിനോട് രാജി ആവശ്യപ്പെടേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഒരു കാലിൽ മന്തുള്ളയാൾ 2 കാലിൽ മന്തുള്ളയാളോട് പരാതി പറയുന്നതിന് തുല്യമാണ്. ഗവർണർ അടിയന്തരമായി മുഖ്യമന്ത്രിയെ പിടിച്ച് പുറത്താക്കണം. ഗീബൽസിനെ പോലും വെല്ലുന്ന നുണകളാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. VS എന്ന് പറഞ്ഞു, ഗീബൽസ് കാൽക്കൽ വീണ് നമസ്കരിക്കണം. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാനൊരു 2 നുണകൾ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2013 ജൂൺ 16 നിയമസഭയിൽ മാത്യു ടി തോമസിൻ്റെ അടിയന്തര പ്രമേയം, പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തിനിടയിൽ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. സോളാർ തട്ടിപ്പ് കേസിലെ പിടികിട്ടാപ്പുള്ളി ബിജു രാധാകൃഷ്ണനെ കണ്ടിട്ടുണ്ട്, കുടുംബകാര്യങ്ങളാണ് സംസാരിച്ചത്.
MP ആയ MI ഷാനവാസാണ് അയാളെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ സരിത എസ് നായരെ താൻ കണ്ടിട്ടേയില്ല. അങ്ങനെ ഒരു വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്. അതായത് 2013 ജൂൺ 16 ഉമ്മൻചാണ്ടിയുടെ നിലപാടാണ്. താൻ സരിത എന്ന സ്ത്രീയെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതേ ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷന് നൽകിയ മൊഴി എന്ത് എന്ന് നമ്മളൊക്കെ അറിഞ്ഞു. ഇപ്പം 2013 ജൂൺ 16 നിയമസഭയിൽ സരിതയെ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതേ ഉമ്മൻചാണ്ടി പിന്നെ മാറ്റി പറയുകയാണ്. സരിത ചെവിയിൽ സ്വകാര്യം പറയുന്ന ഫോട്ടോ പുറത്തു വന്നതിന് ശേഷം 2013 ഓഗസ്റ്റ് 11 ഉമ്മൻചാണ്ടി പറഞ്ഞതൊന്ന് നോക്കുക ലാലേ. അദ്ദേഹം പറഞ്ഞു, സരിതയെ കടപ്ലാമറ്റത്തെ ജലനിധി പരിപാടിയിൽ കണ്ടിരുന്നു. ADB ഉദ്യോഗസ്ഥയോ PRD പ്രതിനിധിയോ ആയാണ് അവർ പരിപാടിയിൽ പങ്കെടുത്തത്. എന്നാൽ ഇവർ എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നറിയില്ല. ജലനിധി ഉദ്ഘാടന വേദിയിൽ തൻ്റെ കാതിൽ സരിത സ്വകാര്യം പറയുന്ന ഫോട്ടോയിൽ പുതുമയൊന്നുമില്ല. ഇക്കാര്യത്തിൽ കുറ്റബോധവുമില്ല. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനി ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ 2016 ജനുവരി 25 രാവിലെ മുതൽ സന്ധ്യ വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇവിടെ KPCC സെക്രട്ടറി പറഞ്ഞതുപോലെ മലയാളിക്ക് ഇങ്ങനെ അഭിമാനം തോന്നുന്ന രീതിയിലേക്ക് രാവിലെ മുതൽ സന്ധ്യ വരെ ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്കും ഇല്ലാത്ത ഗതികേട്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു കമ്മീഷന് മുമ്പാകെ ഹാജരായി ചോറും ചായയൊക്കെ അവിടെ നിന്ന് കുടിച്ച ആ ദിവസം അദ്ദേഹം പറഞ്ഞത്, സരിതയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നെങ്കിലും സരിതയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി, ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാനും പിന്നീട് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകാനും അവർ എന്നെ വന്നു കണ്ടിരുന്നു എന്ന് ബിജു രാധാകൃഷ്ണൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞിരുന്നു. ഇക്കാര്യം അയാൾ അന്ന് പറഞ്ഞപ്പോഴാണ് സരിതയെ 2 തവണ കണ്ടതായി ഓർക്കാൻ കഴിഞ്ഞത്. കടപ്ലാമറ്റത്തെ പരിപാടിക്കിടെ ഫോട്ടോയിൽ കാണുന്ന പ്രകാരവും അവർ എന്നെ വന്ന് കണ്ടിരുന്നു. ഇങ്ങനെ 3 തവണ സരിതയെ കണ്ടിട്ടുണ്ടാകാം. നേരത്തെ നിയമസഭയിൽ എന്ത് പറഞ്ഞു, ഇപ്പം ഇങ്ങനെ പറയുന്നു. ഇപ്പം കമ്മീഷനിൽ കൊടുത്ത മൊഴിയും തെറ്റാണെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. രാവിലെ 6 മണി മുതൽ 7 മണി വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ലാൻഡ് ഫോണിൽ സരിത സ്ഥിരമായി വിളിച്ചിരുന്നു എന്ന് അവർ വെളിപ്പെടുത്തി. ശരിയാകാം തെറ്റാകാം, പിതൃതുല്യനായിട്ടാണ് അവർ മുഖ്യമന്ത്രിയെ കണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുതൽ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കന്മാർ 6 മണി മുതൽ 7 മണി വരെ പ്രഭാത സവാരി നടത്തുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പതിവില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാവിലെ 6 മണി മുതൽ 7 മണി വരെ തുടർച്ചയായി സരിതയുമായി സ്വകാര്യ ലാൻഡ് ഫോണിൽ സംസാരിച്ചത് എന്ത്, അത് ജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഇവിടെയാണ് കമ്മീഷൻ ഈസ് ഈക്വൽ ടു എ കോർട്ട്. കമ്മീഷൻ ഒരു കോടതിക്ക് സമമാണ്. പണ്ട് കോടതിയിൽ നുണ പറഞ്ഞതിനാണ് രാജൻ കേസിൽ ഒരു പ്രധാന കോൺഗ്രസ് നേതാവ് ലീഡർ രാജിവെച്ചത്. അപ്പം കമ്മീഷന് മുമ്പാകെ നുണ പറഞ്ഞ, നിയമസഭയിൽ നുണ പറഞ്ഞു, പിന്നെ കമ്മീഷന് മുമ്പാകെ നുണ പറഞ്ഞ ഉമ്മൻചാണ്ടി ഒരു നിമിഷം തുടരാൻ വേണ്ടി പാടുണ്ടോ എന്ന ചോദ്യമാണ് പൊതുവേ ഞാൻ തിരിച്ചെത്താം. മുഹമ്മദ് റിയാസ്, ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ ഈ ഘട്ടത്തിൽ പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാലയും ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ J. അജിത് കുമാറും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. പുതുതായി